ഈ നവമി സത്സംഗം പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതിന്റെ പ്രധാന സംഘാടകയായ ശ്രീമതി അനിത വിനോദ്, ഡോക്ടർ മിനി പി, മറ്റ് പ്രധാനപ്പെട്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള വിഷയം എന്ന് വെച്ചാല് ജീവിതശൈലി രോഗങ്ങൾ തടയാൻ ആയുർവേദം എന്നുള്ളത്. അപ്പൊ നമ്മൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജീവിതശൈലി രോഗങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ ആയുർവേദത്തിൽ കൂടെ തടയാൻ പറ്റും. അപ്പൊ ആയുർവേദത്തിൽ കൂടെ തടയാൻ പറ്റും എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതശൈലി കറക്ഷന് വേണ്ടിയിട്ട് ആയുർവേദത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് ഇപ്പൊ ഇന്ന് കാണുന്ന മിക്കവാറും എല്ലാ രോഗങ്ങളും എന്തോ ഒരു തെറ്റായ ജീവിതശൈലി കൂടെയാണ് വന്നതെന്ന് അറിയാൻ പറ്റും. അപ്പൊ അവിടെ നോക്കുമ്പോ ആയുർവേദത്തില് നമുക്ക് ഏറ്റവും ആദ്യം പഠിപ്പിച്ചു തരുന്നത് ദിനചര്യ എന്നുള്ളതാണ്. ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഋതുചര്യ, കാലാവസ്ഥയുടെ മാറ്റത്തിനനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ആദ്യം പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ശീലിച്ചു കഴിഞ്ഞാൽ, ഈ ദിനചര്യയും ഋതുചര്യയൊക്കെ ശരിയായ രീതിയിൽ ശീലിച്ചു കഴിഞ്ഞാൽ പൊതുവെ രോഗങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഇത് പറയുന്നത്. നമ്മളെ പൊതുവെ എല്ലാവരും ഈ ഒരു കൃത്യമായ ഒരു ദിനചര്യയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളത്. അപ്പൊ അത് ചില ചില തെറ്റിദ്ധാരണകളെ കൊണ്ടൊക്കെ ആവാം എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ നമുക്ക് ഇല്ല ആർക്കെങ്കിലും നമുക്ക് ഉണ്ടായിട്ടുള്ള ചില രോഗങ്ങൾ ദിനചര്യയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന രോഗങ്ങൾ നമുക്ക് സാധാരണയായിട്ട് കണ്ടുവരുന്നത് കേട്ടാ. നമ്മൾ സാധാരണ ആയിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമോ ജീവിതശൈലി ആയിട്ട് ബന്ധപ്പെടുത്തി ഉണ്ടാവുന്ന രോഗങ്ങൾ ഏതെങ്കിലും ഒരെണ്ണോ രണ്ടെണ്ണോ മൂന്നെണ്ണോ നാലെണ്ണോ അഞ്ചെണ്ണോ എന്ന് പറയാൻ പറ്റുമോ? ജീവിതശൈലി രോഗങ്ങൾ എന്തെല്ലാം എഴുതിയാലും മതി. ഷുഗർ, പ്രഷറൊക്കെ. ആ ഷുഗർ പ്രഷറൊക്കെ അത് തന്നെ. ആരാ പറഞ്ഞത്? ഇപ്പൊ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്: പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, അങ്ങനെയുള്ളത് പറയുന്നത്. ഞാനിത് നോക്കുമ്പോ നമുക്ക് ബാക്ക് പെയിൻ വരുന്നതും ഒരു ജീവിതശൈലി രോഗം കൊണ്ടാണ്. ഒരാൾക്ക് കമ്പവാതം എന്ന് വെച്ചാൽ വിറയല് പോലെ ശരീരത്തിൽ ഇങ്ങനെ വരുന്ന അതും ജീവിതശൈലി രോഗമാണ്. പിന്നെ പെൺകുട്ടികളിലൊക്കെ കാണുന്ന PCOD അതും ഒരു ജീവിതശൈലി രോഗമാണ്. കുറച്ച് പ്രായമായിട്ടുള്ളവർക്ക് കാണുന്ന ഫൈബ്രോയിഡ് യൂട്രസ് അതും ജീവിതശൈലി രോഗമാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എന്തെങ്കിലും. അപ്പൊ നമ്മളിതിങ്ങനെ പറയുമ്പോ എന്ത് തെറ്റായ ശൈലിയാണ് ഇതിനുണ്ടാക്കിയത് എന്ന് പറഞ്ഞു കൊടുക്കാനും കൂടി നമ്മൾ ബാധ്യസ്ഥരാണ്. എന്നാലാണ് അത് കറക്റ്റായിട്ട് വരുള്ളൂ. എന്നുവെച്ചാൽ ഇന്ന ജീവിതശൈലിയുടെ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന ഈ രോഗം വന്നത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അപ്പൊ അത് ആയുർവേദത്തിൽ കൃത്യമായിട്ട് എന്നുവെച്ചാൽ ഇന്ന രോഗം എന്നുള്ള രീതിയിൽ പറയുന്നില്ലെങ്കിലും നമ്മുടെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ടും നമ്മൾ രോഗികളിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളും പിന്നെ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യകാരണ സിദ്ധാന്തം, അത് ഏതൊക്കെ രോഗങ്ങൾക്ക് എന്തൊക്കെ കാരണങ്ങളുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് പലതും ജീവിതശൈലി രോഗങ്ങളായിട്ട് പറയാൻ പറ്റുന്നതാണ്. നമ്മൾ ശീലിക്കേണ്ടത് എല്ലാ ദിവസവും ചെയ്യേണ്ട ദിനചര്യ, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിലുണ്ടാവുന്ന തെറ്റാണ് നമുക്ക് മിക്കവാറും കുഴപ്പമുണ്ടാക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതില് നമ്മൾ സാധാരണയായിട്ടോ രാവിലെ എഴുന്നേൽക്കേണ്ട കാര്യത്തിലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. രാവിലെ നമ്മൾ ഏറ്റവും നേരത്തെ എഴുന്നേൽക്കുക, ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. സൗണ്ട് ക്ലിയർ ആവണ്ട? സൗണ്ട് കേൾക്കണ്ട? ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക എന്ന് വെച്ചാൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. അപ്പൊ ഞാനൊരു 6 മണിക്ക് മുമ്പ് എഴുന്നേൽക്കാൻ എല്ലാവരുടെ അടുത്തും പറയും. കാരണം ഇന്നത്തെ കാലഘട്ടത്തില് കുട്ടികളൊക്കെ ചിലരൊക്കെ 8 മണി, ഇപ്പൊ സ്കൂളൊക്കെ പൂട്ടിക്കഴിഞ്ഞാൽ 8-9 മണിയായിട്ട് എണീക്കുന്ന ഒരു സ്വഭാവമാണ്. അല്ല, 6 മണിക്ക് മുമ്പ് എല്ലാവരും എണീക്കണം. 5 മണിക്കൊക്കെ ഏറ്റവും നല്ലത്. 6 മണിക്ക് മുമ്പ് എല്ലാവരും എഴുന്നേൽക്കണം എന്നുള്ളതാണ് ഞാൻ പറയാം. അത് ഉടനെ തന്നെ മലമൂത്ര വിസർജനം ചെയ്യണം. അപ്പൊ രാവിലെ എഴുന്നേൽക്കുന്നതിലൂടെ
ഈ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ആ രാവിലെ എഴുന്നേറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അത് ഓർമ്മശക്തി നന്നായി ഉണ്ടാവും എന്നുള്ളതാണ്. അന്തരീക്ഷം വളരെ കാമായിരിക്കും, വളരെ എന്താ പറയാ, ഒരു വളരെ കാമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ്. അപ്പൊ അവിടെ ഓക്സിജന്റെ അളവൊക്കെ കൂടുതലായിരിക്കും അന്തരീക്ഷത്തിൽ. അപ്പൊ ശുദ്ധവായു കിട്ടാനൊക്കെ ഉള്ളൊരു സൗകര്യം ഉണ്ട്. അപ്പൊ നല്ല ഓർമ്മ അവിടെ നിലനിൽക്കും എന്നുള്ളതാണ് അതിന്റെ ഉണ്ടാവുന്ന ഒരു മെച്ചം. അപ്പൊ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ മലമൂത്ര വിസർജനം ചെയ്യണം. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മലമൂത്ര വിസർജനം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ചെയ്യണം. അപ്പൊ രാവിലെ ചിലപ്പോ ഇനി മലവിസർജനത്തിന് ചിലപ്പോ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം മൂത്രം ഒഴിക്കുക, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പാലോ എന്തെങ്കിലുമൊക്കെ കുടിച്ചതിന് ശേഷം മലവിസർജനത്തിന് വേണ്ടി ശ്രമിക്കുക. എപ്പോഴായാലും രാവിലെ തന്നെ മലവിസർജനം ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. രാവിലെ നേരത്തെ എഴുന്നേറ്റതിന് ശേഷം ഇത് മലവിസർജനം ചെയ്യണം. അപ്പൊ മലവിസർജനത്തിനൊക്കെ ശരിക്കും ഒരു പ്രോബ്ലംസോ അങ്ങനെ മുട്ടുവേദന അങ്ങനെ തണ്ടൽ വേദന ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ എപ്പോഴും യൂറോപ്യൻ ക്ലോസറ്റിന് പകരം ഇന്ത്യൻ ക്ലോസറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. മുട്ടുവേദനക്കാർക്കൊക്കെ യൂറോപ്യൻ ക്ലോസറ്റ്, ഇന്ത്യൻ ക്ലോസറ്റ് ആകുമ്പോൾ പൂർണ്ണമായിട്ടും മലത്തെ പുറത്തേക്ക് കളയാൻ പറ്റും എന്നുള്ളൊരു പോയിന്റ് ഉണ്ട് അതിൽ. അപ്പൊ അത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. കുട്ടികളൊക്കെ നമ്മൾ ഈ ഇന്ത്യൻ ക്ലോസറ്റ് ടൈപ്പിൽ ഇരുത്തി പഠിപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇത് പൂർണ്ണമായിട്ടും മലവിസർജനം ഉണ്ടാവും എന്നുള്ളത്. അത് ഒരു ദിവസത്തിൽ 1 അല്ലെങ്കിൽ 2 പ്രാവശ്യം മലവിസർജനം ഉണ്ടായാൽ നല്ലത്. 5 to 7 പ്രാവശ്യം വരെ മൂത്രം വിസർജനം ചെയ്യാം. അത് ഒരു ഡെയിലി ഒരു നിശ്ചിത ഇടവേളകളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത്. ഇത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യാതിരിക്കുക. ഇപ്പൊ പെൺകുട്ടികളൊക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ ആണെങ്കിലും പലപ്പോഴും മൂത്രം ഒഴിക്കുന്നതൊക്കെ പലപ്പോഴും പല കാരണങ്ങളാൽ അത് വൈകിപ്പിച്ചുകൊണ്ടിരിക്കും. അത് ആർത്തവ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാക്കി തീർക്കുകയാണ്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഇതിനുള്ള സാഹചര്യങ്ങളൊക്കെ നോക്കിയിരിക്കണം. കാരണം ഒരു 5 to 7 പ്രാവശ്യം വരെ മൂത്രം ഒഴിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഒരു 3 മണിക്കൂർ കൂടുമ്പോ ഒക്കെ നമുക്ക് ഒഴിക്കേണ്ടി വരും. അപ്പൊ അതിനുള്ള സാഹചര്യം ഉണ്ടോ? ഇപ്പൊ പലരും ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് വീട്ടിൽ വന്നിട്ടൊക്കെ ആയിരിക്കും മൂത്രം ഒഴിക്കുന്നത്. അങ്ങനെയൊക്കെ രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ അത് ഉള്ളില് ചില പ്രശ്നങ്ങൾ, വേസ്റ്റ് ആയിട്ട് പോകേണ്ട സാധനം വേസ്റ്റ് ആ കൃത്യമായ സമയത്ത് പോകാതിരുന്നാൽ ഉണ്ടാവുന്ന കുറച്ച് കുഴപ്പങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണെന്നാണ് ഒരു കാര്യം പറയാനുള്ളത്. രാവിലെ എഴുന്നേറ്റ് മലമൂത്ര വിസർജനമൊക്കെ ചെയ്തതിന് ശേഷം നമ്മള് പല്ല് തേപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അതൊക്കെ ഡെയിലി എല്ലാവരും ചെയ്യുന്നില്ല. അപ്പൊ പല്ല് തേക്കുമ്പോ നമ്മള് ശരിക്കും പറഞ്ഞാൽ ആദ്യം തന്നെ ഉമിക്കരി അല്ലെങ്കിൽ പൽപ്പൊടിയൊക്കെ ഇട്ടിട്ട് കൈകൊണ്ട് പല്ല് തേക്കുക എന്നുള്ളതും, പിന്നീട് ബ്രഷ് പേസ്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് പല്ലിന്റെ ഇടയിലുള്ള അഴുക്കുകൾ കളയുന്ന രീതിയിലുള്ള ചെയ്യുന്നത്. അങ്ങനെ 2 തരത്തിൽ നമ്മൾ 2-3 മിനിറ്റ് എങ്കിലും ഉപയോഗിച്ചിട്ട് പല്ല് തേക്കുന്നതാണ് എപ്പോഴും നല്ലത്. 2 മിനിറ്റ് എങ്കിലും പല്ല് തേക്കണം എന്നാണ് പറയുന്നത്. ഇതിന്റെ മോഡേൺ സയൻസിന്റെ ഇതിൽ എല്ലാവരും പറയുന്നത് 2 മിനിറ്റ് എങ്കിലും പല്ല് തേക്കുന്നതാണ്. അപ്പൊ ഇത് പല്ല് തേക്കുന്നതിൽ നമ്മൾ കുറച്ച് അശ്രദ്ധ കാണിച്ചു കഴിഞ്ഞാൽ അത് പല്ലിന്റെ കേടിന് ആകൃതി നഷ്ടപ്പെടാനും കാരണങ്ങളായി തീരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. പല്ല് തേക്കുന്നതിന് കുട്ടികളൊക്കെ അതിൻ്റെതായ രീതിയിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള രീതിയിൽ ചെയ്യണം. കൃത്യമായ പല്ല് തേച്ച് കഴിഞ്ഞാൽ ദുർഗന്ധം പോലുള്ളതൊക്കെ ഇല്ലാണ്ടിരിക്കാനൊക്കെ നല്ലതാണ്. ഇത് പൊതുവെ വായുടെ ഒരു ശുദ്ധി എന്നുള്ള നിലയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്ക് എണ്ണ തേപ്പാണ് പിന്നെ പ്രധാനമായിട്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ. വേറെ മൂക്കിൽ മരുന്ന് ഒഴിക്കാനും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും എല്ലാ ദിവസവും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊന്നും വരില്ല. പക്ഷെ എണ്ണ തേപ്പ് എന്നുള്ളത് നമ്മൾ സ്ഥിരം ചെയ്യേണ്ട ഒരു വസ്തുവാണ്. അപ്പം പ്രത്യേകിച്ച് 3 സ്ഥലങ്ങളിൽ, ശിരസിലും ചെവിയിലും കയ്യിന്റെയും കാലിന്റെ അടിയിലും നമ്മൾ എണ്ണ തേക്കണമെന്നാണ് നമ്മളിൽ പറയുന്നത്. ഈ ഇപ്പൊ നമുക്ക് ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് നല്ലതാണ്. ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് തലയിലൊക്കെ എണ്ണ തേക്കുന്നത്. ചെവിയിലൊക്കെ എണ്ണ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചെവി കേൾക്കായ്മ എന്നുള്ള പ്രശ്നം. അപ്പൊ ആ ചെവിയിൽ എണ്ണ തേക്കാന്ന് പറഞ്ഞാല് എണ്ണ ഒഴിക്കൊന്നും വേണ്ട. അപ്പൊ ചെറിയ വിരലിലെടുത്തിട്ട് ചെവിയിലൊന്ന് ഇത് കാണിച്ചു കൊടുക്കും. പിന്നെ ചെവിയിലെ പിൻഭാഗം ഇങ്ങനെ പിന്നെ ആ ഭാഗത്തും ഒന്ന് പരട്ടി കൊടുക്കുക. ഇത്രേ ചെയ്യേണ്ടതുള്ളൂ ചെവിയിലെ കാര്യത്തിൽ. പിന്നെ കയ്യിന്റെയും കാലിന്റെ അടിയിൽ, കയ്യിന്റെ അടിയിൽ ഇപ്പൊ എണ്ണ എടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ടാവും. കാലിന്റെ അടിയിലും കൂടി പറ്റി കൊടുക്കുക. അത് നമുക്ക് പലപ്പോഴും ഈ കാലിന്റെ അടിയിൽ എണ്ണ തേച്ച് കഴിഞ്ഞാല് നമുക്ക് വാതരോഗങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, തണ്ടൽ വേദന വരാതിരിക്കാൻ വേണ്ടിയിട്ട്, തരിപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതല്ലേ. അപ്പൊ അവിടെ ഇങ്ങനെ പറ്റുമ്പോ അത് മൊത്തത്തിലുള്ള നെർവ്സുകളിലേക്ക് അതിന്റെ
ഗുണം കിട്ടുന്നു എന്നുള്ളതാണ് അതിന്റെ മെച്ചം. അപ്പൊ ഡെയിലി എണ്ണ തേക്കണം എന്നുണ്ട്. അപ്പൊ ഇതിൽ തന്നെ ചില കൺഫ്യൂഷൻസ് വരും. ചില ആൾക്കാർ പറയും എനിക്ക് ഈ എണ്ണയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എണ്ണയോടൊന്നും എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ ചിലർ പറയും. ചിലരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഒരു ദിവസം പോലെ എണ്ണ പറ്റാതിരുന്ന അവരൊക്കെ മുടി പാറി പറഞ്ഞ് ആകെ ഒരു രോഗിയുടെ പോലെ ആയിട്ടുണ്ടാവും. ഇത് നമ്മുടെ ശരീരപ്രകൃതിയെയാണ് കാണിച്ചു തരുന്നത്. എണ്ണ ഡെയിലി പുരട്ടാതെയും ചില ആൾക്കാരുടെ മുടിയൊക്കെ നല്ല രീതിയിലിരിക്കും. അതൊരു കഫപ്രകൃതിക്കാരുടെ ലക്ഷണമാണ്. കഫപ്രകൃതിക്കാർക്ക് ചിലപ്പോൾ എണ്ണ എല്ലാ ദിവസവും വേണമെന്ന് നിർബന്ധമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യേണ്ടത് എന്താ, ഒരു 3 ദിവസം കൂടുമ്പോ എണ്ണ പറ്റുക എന്നുള്ളതാണ് അവർക്ക് സ്ഥിരമായിട്ട്. ഒരു ലോങ് റണ്ണിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടാ. അവർക്ക് ഇപ്പൊ തീരെ എണ്ണ പറ്റാതെ അവർക്ക് ജീവിക്കാനൊക്കെ പറ്റും. പക്ഷെ 50-60 വയസ്സാകുമ്പോഴേക്കും അവർക്ക് പിന്നെ പല പ്രശ്നങ്ങളും തുടങ്ങും. അപ്പൊ ചെറിയ അളവിൽ എണ്ണ 3 ദിവസം കൂടുമ്പോഴെങ്കിലും പരട്ടുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വാദപ്രകൃതി എന്ന് പറഞ്ഞിട്ടുണ്ട്, അവർക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുടിയിൽ ഒരു ദിവസം എണ്ണ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആകെ രോഗിയെ പോലെ കാണുന്നത്. അവര് ഡെയിലി എണ്ണ പറ്റണം എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ അങ്ങനെ ശരീരപ്രകൃതി നോക്കിയിട്ട് വേണ്ടി വരും നമ്മൾ എണ്ണ തേപ്പ്. എണ്ണ തേച്ച് കഴിഞ്ഞാൽ പൊതുവെ നല്ലതാണ്, ശരീരത്തിന് മൊത്തത്തിൽ നല്ലതാണ്. സാധാരണ വെളിച്ചെണ്ണ പുരട്ടാം, എള്ളെണ്ണ പുരട്ടാം, അതുപോലെ രോഗങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള എണ്ണകളൊക്കെ പുരട്ടാം. അത് പിന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമുക്ക് ഡെയിലി ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് വ്യായാമം. എണ്ണ തേപ്പിന് ശേഷം ലഘു വ്യായാമമായിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല്, വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ വേർപ്പ് മാറിയതിന് ശേഷമേ നമുക്ക് കുളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഒന്നില്ലെങ്കിൽ വ്യായാമം എണ്ണ തേപ്പിന് മുന്നോടിയായിട്ട് ചെയ്യുക. ഈ യോഗ, പ്രാണായാമ അങ്ങനെയുള്ള രീതികളും സ്ട്രെച്ചിങ് എക്സർസൈസുകളൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്, ശരീരത്തിന് ഒരു ബലം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് പ്രവൃത്തിയൊക്കെ ചെയ്യുന്നതിനുള്ള ഒരു ശേഷി കൂട്ടും, കൊഴുപ്പിനെ കുറയ്ക്കും, ദഹനശക്തി വർദ്ധിപ്പിക്കും. ഇതൊക്കെ വ്യായാമം കൊണ്ടുണ്ടാവുന്ന ഗുണങ്ങളാണ്. നമ്മൾ വ്യായാമം ചെയ്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം എണ്ണ തേച്ച് കുളി എന്നുള്ള രീതിയിലാക്കി എടുക്കാം. അല്ലെങ്കിൽ സമയമുള്ളവരാണെങ്കിൽ അഭ്യംഗം ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ലഘു വ്യായാമം ചെയ്യാം. അത് യോഗ പോലുള്ളതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ഈ വ്യായാമം കഴിഞ്ഞാൽ വേർപ്പ് വന്നാൽ അത് വേർപ്പ് മാറിയിട്ടേ പിന്നെ കുളിക്കാൻ പോകാൻ പാടുള്ളൂ. ഈ കുളിയുടെ കാര്യത്തിൽ നമുക്കൊരു ശ്രദ്ധ കണ്ട. കുളിയുടെ കാര്യത്തിൽ കുളിക്കുമ്പോ നമ്മള് എവിടെ ആദ്യം വെള്ളമൊഴിക്കേണ്ടത് എന്നുള്ളൊരു ചിന്ത ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സാധാരണയായിട്ട് എവിടെ ഒഴിക്കുന്നത്, എവിടെ ആദ്യം വെള്ളമൊഴിക്കേണ്ടതെന്ന് എന്തെങ്കിലും അറിയോ? തലയിൽ ഒഴിക്കാറുണ്ട്. ആദ്യമേ തലയിൽ ഒഴിക്കും. എല്ലാം ഒഴിക്കേണ്ടത് മനസ്സിലായ കാലില്. കാലിലാണ്. എന്താ അഭിപ്രായങ്ങൾ വന്നു? ഇത് തലയിലാണ് ഒഴിക്കേണ്ടത് കേട്ടാ. അപ്പൊ തലയുടെ പിൻഭാഗത്ത് ഇല കുറച്ചിങ്ങനെ മുന്നോട്ട് ആഞ്ഞിട്ട് തലയുടെ പിൻഭാഗത്ത് ഒഴിക്കുക. ആ തലയിൽ ഒഴിക്കുന്നത് ശരിക്കും പറഞ്ഞാ വേറെ മേലൊന്നും ആവാത്ത രീതിയിൽ. അപ്പൊ തലയുടെ പിൻഭാഗത്ത് ഒഴിച്ചാൽ ആ വെള്ളം താഴേക്ക് പോകും. ആ രീതിയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടാ. തലയുടെ പിൻഭാഗത്ത് ആദ്യം ഒഴിക്കുക, അതിന് ശേഷം മേലൊഴിക്കുക എന്നുള്ളതാണ്. അപ്പൊ തല കുളിച്ചതിന് ശേഷം മേലൊഴിക്കുന്ന ആ സ്വഭാവം ഉണ്ടെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചൊക്കെ അത് നല്ലതാണ്. തല കുളിച്ചതിന് ശേഷം അത് തോർത്തിയതിന് ശേഷം പിന്നെ മേലൊഴിക്കുക, അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആദ്യം തല തണുപ്പിച്ച് നിർത്തണം, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. തലയിൽ അധികം ചൂടുവെള്ളം തീരെ ഒഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു പോയിന്റ്. തലയിൽ എപ്പോഴും പച്ചവെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. തല കുളിച്ചതിന് ശേഷം, തലയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ മേലൊഴിക്കുക എന്നുള്ളതാണ്. അപ്പൊ തല കുളിച്ച് അത് തോർത്തിയതിന് ശേഷം മേലൊഴിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആണ്. സ്ത്രീകൾക്കൊക്കെ പ്രത്യേകിച്ചും അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അതിനെന്താണ് ഒരു കാരണം ഉണ്ടാവേണ്ടത്. നമുക്ക് ഇങ്ങനെ തല കുളിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു കാരണം വേണ്ടേ. ആയുർവേദത്തിൽ എന്താ വെച്ചാല് തലയിൽ തണുത്ത വെള്ളവും മേല് വെള്ളവും ഒഴിക്കാൻ പറയുന്നത്. അപ്പൊ കാലാവസ്ഥയ്ക്കൊക്കെ അനുസരിച്ച് നമുക്ക് മേല് നമുക്കൊരു ചെറിയ ചൂടുള്ള വാതരോഗങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒഴിക്കാൻ അങ്ങനെ ഒരു നിർദ്ദേശം പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം മേല് ചൂടുള്ള ഒഴിച്ച് കുളിച്ചു കഴിക്കുക. അതിന് ശേഷം തലയിൽ പച്ചവെള്ളം ഒഴിക്കുമ്പോഴേക്കും ഈ ശിരസിലുള്ള രക്തക്കുഴലുകളൊക്കെ വികസിച്ചിരിക്കും. ആ വികസിച്ചിരിക്കുന്ന നേരത്ത് നമുക്ക് പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ
ആ രക്തക്കുഴലുകളുടെ എലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുത്തും അങ്ങനെ ചെയ്യുമ്പോൾ. അങ്ങനെ വരുമ്പോ കുറച്ച് കഴിഞ്ഞാൽ ഈ ആള് പ്രഷർ പോലുള്ള രോഗങ്ങൾ, ശിരസിലുള്ള രക്തക്കുഴലുടെ എലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നതാണ് ശരിക്കും ബി പിക്കൊക്കെ കാരണമാവുന്നത്. ബി പി പോലുള്ള രോഗങ്ങൾക്ക് ഒരു അടിമയായി തീരുകയാണ് ചെയ്യുന്നത്. ഞാനിത് കുറെ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചേ, പ്രഷർ വന്നിട്ടുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിക്കും, നിങ്ങൾ എവിടെയാ ആദ്യം, അവരെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ കുളിയുടെ കാര്യം ചോദിക്കും. അപ്പൊ എവിടെ ആദ്യം വെള്ളം ഒഴിക്കുന്ന ചോദിക്കുമ്പോൾ എനിക്കൊരു 90% ആൾക്കാരും പറഞ്ഞിട്ടുള്ളത് ആദ്യം മേല് കഴുകി പിന്നെ ലാസ്റ്റ് തല കുളിക്കും എന്ന് പറയും. ചിലർ നീരിറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടൊന്നും അങ്ങനെയൊക്കെയുള്ള ചില ന്യായങ്ങളൊക്കെ പറയും. പക്ഷെ ഈ ഒരു സ്വഭാവം ആണ് ശരിക്കും ബി പിക്ക് കാരണമായിട്ടുള്ളത്. ബി പി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്ന രോഗം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തലയിൽ ആദ്യം വെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ മേല് കുളിക്കുക എന്നുള്ളതാണ് വേണ്ടത്. തലയിൽ കുളിക്കുന്ന ദിവസം മാത്രം മതി. എല്ലാ ദിവസവും തല കുളിക്കണം നിർബന്ധമില്ല. തല കുളിക്കുന്ന ദിവസം തലയിൽ ആദ്യം വെള്ളം ഒഴിക്കണം, പിന്നെ മേല് കുളിക്കണം. അങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. എല്ലാ ദിവസവും ചിലർക്ക് എന്താ അറിയാ, ഈ നല്ല തിക്ക് ഹെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് തലയിൽ വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് തോർത്തി വെള്ളം കളയാൻ വിഷമാവും. അപ്പൊ ഡെയിലി ഇത് ചെയ്യാനുള്ള സമയമൊന്നും ഇല്ലാത്ത ആൾക്കാര് അങ്ങനെ ചെയ്യാതിരിക്കണം നല്ലത്. ഇങ്ങനെ കൂടുതൽ തലയിൽ വെള്ളം ഒഴിച്ചു പിന്നെ അത് തോർത്തി കളയണില്ലാന്നുണ്ടെങ്കിൽ അത് വലിയൊരു വേറെ രോഗങ്ങൾക്ക് കാരണമായി തീരും. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് സമയമുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. തല കുളിച്ചാൽ നന്നായി തോർത്താൻ സമയമുണ്ട് എന്നുള്ളത് ഓർത്തിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പൊ തലയിൽ ആദ്യം വെള്ളം ഒഴിക്കുക, അതിന് ശേഷം മേല് ഒഴിക്കുക. അതാണ് എപ്പോഴും നല്ലത്. നമുക്ക് ബി പി വരാതെ ഇനി ഒരു പുതിയ തലമുറ നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. അതെങ്ങനെയാന്ന് വെച്ചാൽ ബി പി ഇല്ലാത്തൊരു തലമുറ, ബ്ലഡ് പ്രഷർ ഇല്ലാത്തൊരു തലമുറ. അതിന് നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ ശീലിപ്പിക്കേണ്ടത് ആദ്യം തലയിൽ വെള്ളമൊഴിക്കുക, തല കുറച്ച് മുന്നോട്ട് ആഞ്ഞു പിടിച്ചിട്ട് തലയുടെ പിൻഭാഗത്ത് വെള്ളമൊഴിക്കുക, അതിനുശേഷം ദേഹത്ത് വെള്ളമൊഴിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. തലയിൽ ഒരിക്കലും ചൂടുവെള്ളം ഒഴിക്കരുത്. അത് കണ്ണിനൊക്കെ ദോഷമാണ്, മുടിക്ക് ദോഷമാണ്, പ്രഷർ കൂടാനും അത് മതി. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ചൂടുവെള്ളം തലയിൽ ഒഴിക്കരുത് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കണം. പിന്നെ കുളി കഴിഞ്ഞാൽ നന്നായി തോർത്തി വെള്ളം കളഞ്ഞിരിക്കണം. ജലാംശം ഫുള്ളായിട്ട് നമ്മൾ തോർത്തി കളയണം എന്നുള്ളതുണ്ട്. ഈ കളയാതിരുന്നാൽ ഉണ്ടാവുന്ന ഒരു രോഗമാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്നുള്ളത്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്നുള്ള രോഗം വരുന്നതിന്റെ പ്രധാന കാരണം ഈ തലമുടിയുടെ ഉള്ളിലുള്ള വെള്ളം കളയാതിരിക്കുന്നതാണ് എന്നുള്ളതാണ്. അപ്പൊ സ്ത്രീകൾക്കാണ്, ഞാനിത് ശ്രദ്ധിച്ചു നോക്കുമ്പോ 75% ഈ രോഗം, 75-80% വരെ ഈ രോഗം വന്നിട്ടുള്ളത് സ്ത്രീകൾക്കാണ്. അപ്പൊ സ്ത്രീകള് ഈ കാര്യത്തിൽ കുറച്ച് പിന്നിലാണ്. എന്നുവെച്ചാ നന്നായി മുടി ഉണ്ടാവും, ആ മുടിയിലെ ജലാംശം കളയാൻ അവർക്ക് ഇത്തിരി പണിയുണ്ട്. അപ്പൊ അതിന് അവർക്ക് സമയം കിട്ടില്ല. അപ്പൊ അവര് മുടിയിൽ ഇങ്ങനെ വെറുതെ വെള്ളത്തോട് കൂടി ചിലപ്പോൾ തോർത്തുണ്ട് ചുറ്റി വെക്കും, അല്ലെങ്കിൽ അങ്ങനെ അഴിച്ചിടും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമായി തീരും. കാരണം നമ്മളൊക്കെ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോ മുടി ഇങ്ങനെ പിന്നിലിട്ടുണ്ടാവും. ആ ബാക്കിലെ വെർട്ടിബ്രയുടെ അവിടെ, നട്ടെല്ലിന്റെ അവിടെ കംപ്ലീറ്റ് ഇങ്ങനെ നനഞ്ഞിരിക്കുന്നുണ്ടാവും. ബ്ലൗസിന്റെ ഭാഗത്തൊക്കെ ആയിട്ട് നനഞ്ഞിരിക്കുന്നുണ്ടാവും. അങ്ങനെ വെർട്ടിബ്ര നനഞ്ഞിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് രോഗം വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കുളി കഴിഞ്ഞാൽ നമ്മൾ തുടയ്ക്കാൻ പറയുന്ന ഭാഗം തന്നെ ഏറ്റവും ആദ്യം തുടച്ചു വൃത്തിയാക്കാൻ പറയുന്ന സാധനം പുറം ഭാഗം. ഏറ്റവും ആദ്യം പുറം തുടയ്ക്കണം, അതിനുശേഷം മുഖം തുടയ്ക്കണം എന്നൊക്കെ പഴയ ആളുകൾ പറയാറുണ്ട്. അത് വളരെ കൃത്യമാണ്. കാരണം എന്താ വെച്ചാൽ ഈ നട്ടെല്ലിനെ സംരക്ഷിക്കാനാണ്. നട്ടെല്ലിൽ അധികം നേരം ജലാംശം നിൽക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഈർപ്പമുള്ള മുടി ഇങ്ങനെ പിന്നിലേക്ക് ഇങ്ങനെ നട്ടെല്ലിന്റെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്നുള്ള രോഗം, ഈ കൈയൊക്കെ ഇങ്ങനെ ആകെ വികൃതമാവുക, അവരുടെ കൈയൊക്കെ വിരലൊക്കെ ആകെ സ്റ്റിഫായി ഈ ജോയിന്റ് ഇങ്ങനെ മടക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ആയിത്തീരും. അതാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്നുള്ള രോഗം. അത് വരുന്നതിനുള്ള നമ്മൾ സാധാരണ നിലയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ അത് ഈ വാതരക്തം എന്നുള്ളതാണ് ശരിക്കുള്ള വിഷയം. ആമവാദം എന്നും മറ്റുള്ള പേരിലൊക്കെ, രക്തവാദം എന്നൊക്കെ പേരിലൊക്കെ അറിയും. ആ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ശരിയാക്കി എടുക്കാൻ. അത് വീണ്ടും ഇത് വന്നതിന് ശേഷവും പലരും എന്ത് ചെയ്യുന്ന വെച്ചാല് ഡെയിലി തല കുളിക്കും, അത് തല നന്നായി വെള്ളം തോർത്തി കളയില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അവർക്ക് അത് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കി തീർക്കുക ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് കുളിക്കുക എന്നുള്ളത് ചെയ്തു കഴിഞ്ഞാൽ കുളിക്കുന്നതോടൊപ്പം തലമുടിയിലെ ജലാംശം കൂടി കളയണം എന്നുള്ള കാര്യങ്ങളും കൂടി. അപ്പൊ കുളിയുടെ രീതിയിലെ തെറ്റി കൂടെയാണ് നമുക്ക് പ്രഷർ എന്നുള്ള പ്രശ്നം വരുന്നത്.
ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്നുള്ള വാതരോഗവും വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി ഇത് കുളി കഴിഞ്ഞാൽ പിന്നെ ഉടനെ നമ്മൾ ചെയ്യേണ്ടത് കുളി കഴിഞ്ഞാൽ ഉടനെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അവിടെ ചിലർ ഇപ്പൊ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ കുളി കഴിഞ്ഞ് കുറേ നേരം പ്രാർത്ഥിക്കാനിരിക്കും. അങ്ങനെ ചെയ്യരുത്. കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഭക്ഷണം കഴിക്കണം. അപ്പൊ നമുക്ക് വിളക്ക് കത്തിച്ച് വെക്കുക എന്നൊക്കെ ഉള്ള ഒരു ശീലം ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമ്മൾ തീർക്കണം. ഡ്രസ്സ് ഇടുന്നു, വിളക്ക് കത്തിച്ച് വെക്കുക എന്നുള്ള ഒരു രീതി 5-10 മിനിറ്റ് കൊണ്ട് ചെയ്ത് പിന്നെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. 1 മണിക്കൂറൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ ഇരുന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ദഹനരസം ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടാവും കുളിക്കുന്ന നേരത്ത്. അത് തന്നെത്താൻ ഇറങ്ങിപ്പോവും. അവിടെ ഉണ്ടായിരുന്ന ദഹനരസം തന്നെത്താൻ ഇറങ്ങിപ്പോവും. അങ്ങനെ ദഹനരസം ഇല്ലാണ്ടായ നേരത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നീട് നമുക്ക് പല വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ദഹനരസം ഉള്ളപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അത് കൃത്യമായിട്ട് എല്ലായിടത്തും എത്തിയേനെ. പക്ഷേ ഇത് ഈ ദഹനരസം ഇളകിപ്പോയതിന് ശേഷം പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് കൊളസ്ട്രോൾ ഉണ്ടാക്കാനും ഷുഗർ ഉണ്ടാക്കാനും തൈറോയ്ഡ് രോഗങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ കാരണമായിരിക്കും. അപ്പൊ കുളിച്ചാൽ ഉടനെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ അമ്പലങ്ങളിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, അമ്പലങ്ങളിൽ ധാര എന്നുള്ള വഴിപാടുണ്ട്. അത് രാവിലെ ഒരു 7 മണിയാകുമ്പോൾ തുടങ്ങും, 7:45 ആകുമ്പോഴേക്ക് തീരും. രാവിലെ ചെയ്യുള്ളൂ എന്നുള്ളത് കാര്യമുണ്ട്. അപ്പൊ അതിൽ നിന്ന് പിന്നെ ധാര കഴിഞ്ഞാൽ ഉടനെ തന്നെ നിവേദ്യം എന്നുള്ളത്, ധാര കഴിഞ്ഞാൽ നിവേദ്യം, അത് കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ധാര കഴിഞ്ഞാൽ നിവേദ്യം ചെയ്യാന്ന് പറഞ്ഞാല് കുളിച്ചാൽ ഉടനെ ഭക്ഷണം കഴിക്കണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന വേറൊരു മാർഗമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഒരു സൂര്യൻ ഉദിച്ചതിന് ശേഷം വേണം കുളിക്കാനെന്നും കുളി കഴിഞ്ഞാൽ ഉടനെ ഭക്ഷണം കഴിക്കണമെന്നും എന്നുള്ള 2 കാര്യങ്ങൾ ഈ ഒരു പൂജാവിധിയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. കുളിച്ചാൽ ഉടനെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. കൃത്യസമയത്ത് കൃത്യമായ അളവിൽ കൃത്യമായ ഇടവേളയിൽ ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കണം. അവിടെ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ വെറുതെ എന്തെങ്കിലും പേരിന് കഴിക്കാന്നുള്ളതല്ല. ആ ഭക്ഷണം നമുക്ക് ശരീരത്തിന് ആവണമെന്നുണ്ടെങ്കിൽ അത് നന്നായി ചവച്ചരച്ച് കഴിച്ചാൽ മാത്രമേ ഗുണകരമാവുള്ളൂ. അപ്പൊ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ കൃത്യസമയത്ത് കൃത്യമായ അളവിൽ നമുക്ക് ഓരോരുത്തർക്ക് എത്ര ഭക്ഷണം ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാതെ നമ്മുടെ വയറ് തന്നെ പറയും, എനിക്ക് ഇതേ 3 ദോശ കഴിഞ്ഞപ്പോൾ വയറ് നിറഞ്ഞു എന്ന് പറയും. അപ്പൊ 3 ദോശ മതി. പക്ഷേ 3 ദോശ കഴിക്കാമെന്നുള്ള ഒരാള് 2 ദോശയിലോ 1 ദോശയിലോ ഒതുക്കി കഴിഞ്ഞാൽ പ്രശ്നമായി. അത് അവരുടെ രോഗങ്ങൾക്കുള്ള ഒരു വളം വെച്ച് കൊടുക്കലായി തീരും. ക്രമേണ അത് രോഗങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എത്ര ആണ് ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കി ആ അളവിൽ നമ്മൾ കഴിച്ചിരിക്കണം. കൃത്യമായ ഇടവേളകളിൽ കഴിക്കുന്നത്. ഈ ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കാൻ പറഞ്ഞതിന്റെ, ചവച്ചരച്ച് കഴിക്കുമ്പോൾ ഉമിനീർ ഗ്രന്ഥിയിലെ ദഹനരസങ്ങൾ ഭക്ഷണവുമായി ശരിയായി പ്രവർത്തിക്കുകയും ദഹനം നന്നായി നടക്കുകയും ചെയ്യും. പല സ്കിൻ ഡിസീസ് വന്നിട്ടുള്ളവർ, അപ്പൊ നമ്മൾ സോറിയാസിസ് പോലുള്ള രോഗങ്ങൾ, ശരീരത്തിലാകെ ചൊറിച്ചില്, ചെറിയ ഈ കാക്കപ്പുള്ളികൾ പോലെ അങ്ങനെ പുതിയതായിട്ട് വരാ, ഇങ്ങനെയൊക്കെ ഉള്ള ചില പ്രശ്നങ്ങളുള്ള കുറെ ആൾക്കാരുണ്ട്. ഇവരുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ മനസ്സിലാവുന്നത് അവരുടെ ചവച്ചരക്കല് രീതി പോരാ എന്നുള്ളതാണ്. ഭക്ഷണം നന്നായി ചവച്ചരയ്ക്കാറില്ല അവർ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കണം. അപ്പൊ ചവച്ചരച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ ശ്രദ്ധിച്ചു നോക്കിയത് എന്താ വെച്ചാല്, കൈയിന്റെ അടിയില് നമ്മുടെ ഉള്ളം കൈ നോക്കി കഴിഞ്ഞാല് ഉള്ളം കൈ കുറച്ച് പരിപരുത്തിരിക്കും ചിലർക്ക്. അവര് കാര്യമായ ഒരു പണിയെടുത്തിട്ടൊന്നല്ല, നല്ല പണിക്കാർക്ക് പോലെ സോഫ്റ്റ് ആയിട്ടുള്ളവരുണ്ട്. അപ്പൊ ഇത് അധികം പണിയൊന്നും ചെയ്യണില്ല, പക്ഷെ എന്നിട്ട് അവരുടെ ഉള്ളം കൈ തൊട്ട് നോക്കുമ്പോ ഒരു റഫ് നേച്ചർ. അപ്പൊ അങ്ങനെ കണ്ടിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോ അവര് മിക്കവാറും ഭക്ഷണം വിഴുങ്ങുന്ന ഒരു സ്വഭാവമായിട്ട് കണ്ടിട്ടുള്ളൂ. സ്പീഡിൽ കഴിക്കും, പെട്ടെന്ന് തീർക്കും. ഇപ്പൊ 4 ദോശ കഴിക്കണം എന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് മതി എന്നുള്ള ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ കാര്യമില്ല. ഭക്ഷണം നന്നായി ചവച്ചരച്ച് ഉമിനീരുമായിട്ട് ചേർത്തിറക്കണം. അവിടെ വെള്ളം കുടിക്കുക, ചായ കുടിക്കുക അതല്ല അവിടെ വേണ്ടത്. ഉമിനീരുമായിട്ട് ചേർത്താണ് ഭക്ഷണം ഇറക്കേണ്ടത്. തൊണ്ടയിൽ തറഞ്ഞു വെക്കുന്നൊക്കെ ചിലരൊക്കെ പറയും, അത് ആ ധൃതി എന്നുള്ളതാണ് അവിടെ കാണിച്ചിരുന്നത്. ഇവിടെ ഉമിനീരുമായിട്ട് ചേരുന്ന രീതിയിൽ അത്രയും ചവച്ചരച്ചിട്ട് വേണം ഇറക്കാൻ. പശ പോലെയാക്കി ഇറക്കുക. നമ്മള് തടി വെക്കണതിന്റെ ഒക്കെ ഒരു കാരണം പറഞ്ഞു നോക്കിയപ്പോ മനസ്സിലായതാണ്. തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം പശ പോലെയാക്കി ഇറക്കുക, നന്നായി ചവച്ചരച്ചിട്ട് പശ പോലെയാക്കി ഇറക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്.
ഇപ്പോൾ ഈ ഒബീസിറ്റി പോലുള്ള ഭയങ്കര പൊണ്ണത്തടി പോലുള്ള ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ സമയം തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഷുഗറിന് കാരണമായി തീരുന്നുണ്ട്, കൊളസ്ട്രോളിന് കാരണമായി തീരുന്നുണ്ട്, ഈ തൈറോയിഡിന് കാരണമായിട്ടുണ്ട്. വേറെയും കുറെ രോഗങ്ങളുണ്ട് കേട്ടോ. ഈ തൈറോയിഡ് വന്നിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മുഴുവൻ ചോദിക്കുമ്പോൾ അവര് ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ലേറ്റ് ആയിട്ട് കഴിക്കുന്നവരാണെന്നുള്ളത്. ചിലർ കുളി കഴിഞ്ഞിട്ട് പിന്നെ 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കും. ചിലര് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അടുക്കളപ്പണി മറ്റുള്ളതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കഴിക്കുമ്പോൾ 10 മണിയാവും എന്നുള്ള ഇങ്ങനെയുള്ള ഗ്രൂപ്പിലാണ് തൈറോയ്ഡ് കണ്ടിട്ടുള്ളത്. ഈ തൈറോയ്ഡ് വന്നിട്ടുള്ള ആൾക്കാർ പോലും ആ മരുന്ന് കഴിച്ചാൽ പെട്ടെന്ന് മാറും, തൈറോക്സിൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മരുന്ന് കഴിച്ചാൽ മാറും. പക്ഷെ മാറാതെ നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർ വീണ്ടും ഭക്ഷണക്രമം ഈ 10 മണി നേരത്തുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ തുടർന്നു കൊണ്ടുപോകുന്നതാണ് അവരെ മാറാണ്ട് നിൽക്കുന്നത്. അവർക്ക് ഈ ഇതിന്റെ മരുന്നിന്റെ അളവ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് സാധാരണ കാണുന്നത്. ആ ഗുളിക കഴിച്ചാൽ 1 മണിക്കൂർ ആകുമ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കണം എന്നുള്ളതാണ് അവര് ഒരു കറക്റ്റ് ഇത്. ഏത് തൈറോയിഡിന്റെ മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു രാവിലെ 7 മണിക്ക് ഗുളിക കഴിക്കുക, 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഇങ്ങനത്തെ രീതി ചെയ്താൽ മാത്രമേ ആ തൈറോയിഡ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഗുളിക തന്നെ വേണ്ടാന്ന് വയ്ക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും 8 മണിക്ക് മുമ്പ് കഴിക്കുക എന്നുള്ളതാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഒരിക്കലും ലേറ്റ് ആക്കാണ്ട് നോക്കണം. അധികം വേഗത്തിലും അധികം സാവധാനത്തിലും കഴിക്കരുത്. ഭക്ഷണത്തിന്റെ ഇടയിൽ വെള്ളം കുടിക്കരുത്. ഭക്ഷണം കഴിഞ്ഞിട്ട് ഭക്ഷണത്തിന്റെ ഇടയിൽ കുടിക്കുമ്പോൾ ഈ ഉമിനീരുമായിട്ടുള്ള ചേർച്ച ശരിയാവാതെ വരും. അതുകൊണ്ടാണ് ഭക്ഷണത്തിന്റെ ഇടയിൽ വെള്ളം കുടിക്കരുത് എന്ന് പറയുന്നത്. അധികം വേഗത്തിലും കഴിക്കരുത്, അധികം സാവകാശത്തിലും കഴിക്കരുത്, വളരെ പതുക്കെയും കഴിക്കരുത്. അന്നന്ന് പാകം ചെയ്തിട്ട് ഉള്ള ഭക്ഷണം കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഭക്ഷണത്തിൽ പാല് നെയ്യൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് വേറെ പോയിന്റ്. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ പാല് നെയ്യൊക്കെ ഉൾപ്പെടുത്തണം. കാരണം ഈ ഇതൊക്കെ ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. ഭക്ഷണം പാല് കുടിച്ചാൽ കൊളസ്ട്രോൾ കൂടും, നെയ്യ് കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടും എന്നൊക്കെ ഉള്ള ഫാറ്റി ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യ് കഴിച്ചിട്ട് അപ്പൊ അത് ഫാറ്റി ലിവർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നെയ്യ് തുടരുത്, ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ പലയിടത്തും ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് പറയാനുള്ളത് ഇതൊന്നല്ല ഫാറ്റി ലിവർ വരാനും കൊളസ്ട്രോൾ വരാനും ഉള്ള ഒരു കാരണമായിട്ടുള്ളത്. നിങ്ങൾ സമയം തെറ്റി ഭക്ഷണം കഴിച്ചിട്ടുള്ളതാണ് ഇതിന് കാരണം. അപ്പൊ സമയത്തിന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ശരിയാക്കി എടുക്കേണ്ടത്. അല്ലാണ്ട് പാല് നെയ്യ് ഒഴിവാക്കല്ലേ. പാല് നെയ്യ് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്തുണ്ടാവും? അപ്പൊ നമുക്ക് ശരീരത്തിന് ബലം കുറയും. കഴുത്ത് വേദന, തണ്ടല് വേദന, മുട്ടുവേദന, ഇങ്ങനെയുള്ള വേദനാ വിശേഷങ്ങൾ നമുക്ക് പ്രായമാകുമ്പോഴേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങും. ചിലപ്പോൾ നേരത്തെ ഒന്നുകൂടായിക്കില്ല. അപ്പൊ അത് പാലും നെയ്യും കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നമില്ലാതെ തന്നെ നമുക്ക് വർഷങ്ങളോളം കൊണ്ട് നടക്കാൻ പറ്റുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നമ്മുടെ ഈ ഇതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് പാലിൽ കൊഴുപ്പ് കൂടുതലല്ലേ എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതി. അത് നമ്മൾ സ്ഥിരമായിട്ട് പാല് കുടിക്കുന്ന കുറെ ആൾക്കാരെ നമ്മൾ സർവേ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവർക്കൊന്നും ഈ കൊളസ്ട്രോൾ വരുന്നില്ല എന്നുള്ളതാണ്. സ്ഥിരമായിട്ട് നെയ്യ് കഴിക്കുന്ന ആൾക്കാരെ നോക്കുമ്പോൾ അവർക്കും കൊളസ്ട്രോൾ ഇല്ല. കാരണം മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ട് പാലും നെയ്യും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവർക്ക് കൊളസ്ട്രോൾ കാണുന്നില്ല. അതില്ലാതെ തോന്നിയ സമയത്ത് ആണ് ഭക്ഷണം കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ കൊളസ്ട്രോൾ വരും. അപ്പൊ അവർ ചിലപ്പോൾ ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നുണ്ടാവും, പക്ഷെ അത് കൊളസ്ട്രോൾ ആയിട്ട് തീരും. സമയം തെറ്റി നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും അത് ശരീരത്തിന് അനുയോജ്യമായ രീതിയിലല്ല അതിന്റെ പരിവർത്തനം നടക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റ് കേട്ടോ. ഞാൻ ഈ ഭക്ഷണത്തിന്റെ കാര്യം ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് പറയുന്നത് എന്താ വെച്ചാല്, നമ്മൾ രാവിലെ കുളി കഴിഞ്ഞാൽ ഉടനെ കഴിക്കണം എന്ന് പറഞ്ഞു. ഒരു 7:30 7:45 ആകുമ്പോഴേക്കും നമ്മൾ കുളിച്ച് 8 മണി ആകുമ്പോഴേക്കും ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്ക് 1 മണിക്ക് ഊണ് കഴിക്കുന്നത്. 1 മണിക്ക് ഊണ് കഴിക്കാന്ന് പറഞ്ഞാൽ ഒരു 4-5 മണിക്കൂറിന്റെ ഭയങ്കര ഒരു ഗ്യാപ്പ് ഉണ്ട്. വീണ്ടും പലർക്കും വയറ് കത്താൻ തുടങ്ങും. അപ്പൊ ഈ കത്തല് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു 10:30 ആകുമ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഈ കത്തൽ ഉണ്ടാവില്ല. നമ്മളിപ്പോ കല്യാണങ്ങൾക്കൊക്കെ പോയാലറിയാം, ചിലപ്പോൾ അവിടെ 11 മണിയാകുമ്പോഴേക്കും നമുക്ക് ഫുഡ് കിട്ടുക നമ്മൾ നന്നായി കഴിക്കും. അപ്പൊ 11 മണിക്ക് നമ്മൾ വയറ് റെഡി ആയിരിക്കായിരുന്നു ഫുഡ് കഴിക്കാൻ എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മള് സാധാരണ ഒരാള് ഒരു 1 മണിക്കാണ് ഊണ് കഴിക്കുക. ആ 1 മണിക്ക് കഴിക്കുന്നതിനെ ഒന്ന് കൃത്യമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 10:30 നേരത്തെ എന്തെങ്കിലും ലഘുഭക്ഷണം കഴിക്കാം. പിന്നെ ഈ കത്തൽ എന്നുള്ളത് 12:30 1 മണി ആയാൽ പോലും വയറ് കത്തലുണ്ടാവില്ല. വയറ് കത്തിക്കഴിഞ്ഞാൽ
പിന്നെ കൊളസ്ട്രോളിനും ഷുഗറും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇടനേരത്തെ ഒരു ലഘുഭക്ഷണം എന്നുള്ള രീതിയിൽ കഴിക്കണം എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്കൊരു രാത്രിയിലത്തെ ഭക്ഷണം നമ്മൾ ഉറങ്ങുന്നതിന് ഒരു 1.5-2 മണിക്കൂർ മുമ്പ് കഴിക്കാവുന്നതാണ്. അപ്പൊ രാത്രി ഒരു 10 മണിക്കൊക്കെയാണ് നമ്മൾ ഉറങ്ങേണ്ടത്. അപ്പൊ നമുക്കൊരു 8 മണി മാക്സിമം 8:30 ആകുമ്പോഴേക്കും നമ്മൾ രാത്രിയിലെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. വളരെ നേരത്തെയും കഴിക്കരുത്. കാരണം ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പ്. നേരത്തെ ഇപ്പൊ ഒരു 6:30-ക്കോ 7 മണിക്കോ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു 9 മണിയാകുമ്പോഴേക്കും ഉറങ്ങണം എന്നുള്ള ശീലം ഉണ്ടാക്കണം. അത് പലർക്കും പറ്റിയെന്ന് വരില്ല. ഒരു 10 മണി ഒക്കെ ആകുമ്പോഴുള്ള പലരും ഉറങ്ങാം. 10:30 ആവാം മാക്സിമം. അപ്പൊ നമ്മൾ 8-8:30 ആകുമ്പോഴേക്കും എന്തെങ്കിലും കഴിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ രാത്രിയിലെ ഭക്ഷണം അങ്ങനെ അത്താഴം അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനിടയിൽ ഒരു ലഘുഭക്ഷണം 4:30 നേരത്ത് 4:30-5 മണി നേരത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാണ്. കാരണം അല്ലെങ്കിൽ ഇത്രയും നേരം 1 മണി തൊട്ട് 8 മണി വരെയുള്ള ഒരു ദീർഘമായ സമയം വയർ കാലിയായിട്ട് കിടക്കുമ്പോൾ അവൻ വേറെ കുഴപ്പങ്ങൾ വയറിനുള്ളിൽ ഉണ്ടാക്കും. അതും ഈ കൊളസ്ട്രോളും ഷുഗറും അങ്ങനെയുള്ള രോഗങ്ങൾക്ക് ഒരു കാരണമായി തീരും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇടനേരത്തുള്ളൊരു ലഘുഭക്ഷണം കഴിച്ചിരിക്കണം എന്നുള്ളതാണ് ഒരു പോയിന്റ് കേട്ടോ. ഇങ്ങനെ കൃത്യ ഇടവേളകളിൽ കഴിച്ചു കഴിഞ്ഞാൽ പല ജീവിതശൈലി രോഗങ്ങളെയും നമുക്ക് തടുത്തു നിർത്താൻ പറ്റും. വൈകിട്ട് കുളിക്കുന്ന ആൾക്കാരുണ്ട്. വൈകിട്ട് ചിലപ്പോൾ മേലെഴുക കുളിക്കുക. തല കുളിക്കല് വൈകിട്ട് പാടില്ല എന്നുള്ള ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ. തലകുളി രാവിലെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് സ്ത്രീകള് വൈകിട്ട് ഇനി മേലെഴുകുന്ന ഒരു സ്വഭാവം ഉണ്ട്. ഇപ്പൊ ഒരു 6-6:30 ആകുമ്പോ നാമം ചൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ മേലെഴുകിയിട്ടിരിക്കും. അങ്ങനെയാണെങ്കിലും ചെയ്യേണ്ടത് എന്താണ്? മേലെഴുകി വന്നാൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിച്ചിട്ട് നമ്മൾ നാമം ചൊല്ലാനിരിക്കണം. ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞിട്ട് നാമം ചൊല്ലാനിരിക്കണം തന്നെ ഞാൻ പറയാം. എന്തായാലും ആ ഒരു കുറച്ച് സമയം ആ വയറ് കുളിച്ചു കഴിഞ്ഞാല് മേലെഴുകി കഴിഞ്ഞാല് നമ്മുടെ അഗ്നി തീക്ഷ്ണമായിട്ട് അത് നന്നായി പ്രവർത്തിക്കാൻ തുടങ്ങും. അവർക്ക് വിശപ്പുണ്ടാവും. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും ഫുഡ് കിട്ടണമെന്ന്. അത് കിട്ടാണ്ടിരുന്നാൽ അവൻ വീണ്ടും കോപിക്കും. അപ്പൊ അവൻ നമുക്ക് വേറെ ചില രോഗങ്ങൾ ഉണ്ടാക്കി തുടങ്ങാം. അപ്പൊ അതിനു വേണ്ടി അവസരം നമ്മൾ കൊടുക്കരുത്. എന്തെങ്കിലും ലഘുഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. എപ്പോൾ നോക്കിയാലും വൈകിട്ട് വന്നു കഴിഞ്ഞാൽ കുളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കണം ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. ഇത് കൂടാണ്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉറക്കമാണ്. രാത്രി 10 മണിയോടുകൂടി ഉറങ്ങുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഉറങ്ങാതിരുന്നാൽ നമ്മൾ രോഗിയാണ്. അപ്പൊ ശരീരത്തിനും മനസ്സിനും ഒരു ഉണർവും ഉന്മേഷമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉറങ്ങണം. നമുക്ക് ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഉറങ്ങണം. ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഉറങ്ങണം. സെക്ഷൽ പവർ കിട്ടാൻ വേണ്ടിയിട്ട് ഉറങ്ങണം. ഇതൊക്കെ ഇതിന്റെ ഉറക്കം ശരിയായില്ലെങ്കിൽ ഇതൊക്കെ നഷ്ടപ്പെടും. നമ്മുടെ ബലം നഷ്ടപ്പെടും, ഒരു ഉന്മേഷം നഷ്ടപ്പെടും, ആരോഗ്യം ഇല്ലാണ്ടാവും, ജീവിതം തന്നെ ഇല്ലാണ്ടാവും എന്നുള്ളതാണ് ഉറക്കക്കുറവുണ്ടായാലുള്ള പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഉറക്കം എന്നുള്ളത് രാത്രി ഒരു 10 മണി തൊട്ട് 5 മണി വരെ എന്നുള്ള രീതിയിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉറങ്ങണം. ഇനി 10:30 തൊട്ട് 5:30 വരെ അങ്ങനെ ഒരു കുഴപ്പമില്ല. എന്തായാലും ഒരു 8 മണിക്കൂർ 7-8 മണിക്കൂർ ഉറങ്ങണം എന്നുള്ളത് നിർബന്ധമാക്കണം. ഇതാണ് ജീവിതം. അപ്പൊ നമ്മള് പകലുറക്കം ഉണ്ടായാൽ PCOD വരും. രാത്രി ഉറക്കം ഒഴിച്ചാൽ PCOD വരും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോഴത്തെ കുട്ടികൾ ആരെങ്കിലും പകലുറങ്ങാറുണ്ടോ? അപ്പൊ അവര് പറയും പകലൊന്നും ഉറങ്ങാറില്ല. ഞാൻ ചോദിക്കുമ്പോ പറയുന്നതാണ് പകലൊന്നും ഉറങ്ങാറില്ല. അപ്പൊ എണീക്കുന്നത് എത്ര മണിയാ? 8 മണി എന്ന് പറയും. രാത്രി ഉറങ്ങുന്നത് എത്ര മണിയാ? 1 മണി. ഉറക്കൊഴിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഉണ്ടായ ഒരു പോയിന്റ്. 1 മണിക്ക് ഉറങ്ങുമ്പോ രാവിലെ 8 മണിക്ക് എണീക്കുമ്പോ പകലുറക്കം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു 2 കാര്യങ്ങൾ ഒരുമിച്ച് ചേരുമ്പോ അവരിലെ ഹോർമോണിലൊക്കെ വളരെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ PCODക്കൊക്കെ ഒരു വലിയ കാരണമാണ്. ഇന്നത്തെ ചെറുപ്പക്കാരികളില് ഭൂരിഭാഗം ആൾക്കാർക്ക് ഇതുണ്ട്. കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ. അപ്പൊ അതൊക്കെ വരുന്നതിനുള്ള പ്രധാന കാരണം ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ കൃത്യമായ ഉറക്കം ഉണ്ടാവണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ ഇതിപ്പോ പെട്ടെന്ന് അങ്ങോട്ട് ശരിയാവണമല്ല. പക്ഷെ ഇതിന്റെ വരും വരായികളെ കുറിച്ച് ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രധാനപ്പെട്ട രോഗങ്ങളെ കുറിച്ചുള്ള ഒരു ഇത്. നമ്മൾ ഷുഗർ വരുന്നതിന്റെ പ്രധാന കാരണം നമ്മൾ പറഞ്ഞു, സമയം തെറ്റിയുള്ള ഭക്ഷണക്രമമാണ്. പലരും മധുരം കഴിച്ചിട്ടാണ് ഷുഗർ വരുന്നതെന്ന് പറയും. പക്ഷെ മധുരം ഒന്നും കഴിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ സദ്യക്കൊക്കെ പോയാൽ 4-5 ഗ്ലാസ് പായസം കുടിക്കുന്ന ആൾക്ക് ഷുഗർ ഉണ്ടായിട്ട് വരില്ല. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അയാളുടെ ഭക്ഷണക്രമം കൃത്യസമയത്താണ് എന്നുള്ളതായിരിക്കും അതിന് കാരണം. 1 ഒരാൾ കൃത്യസമയത്ത് എല്ലാ ദിവസവും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഷുഗർ ഉണ്ടാവണില്ല.
അപ്പൊ അവിടെ നമ്മള് ഈ അങ്ങനെയുള്ള സമയങ്ങളില് നമ്മള് ആളുകളെ മനസ്സിലാക്കാം, ഇവരുടെ കറക്റ്റ് ആണോ ഭക്ഷണക്രമം എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കാം. സമയം തെറ്റിയിട്ടാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ റൂട്ടിനെ ശരിയാക്കിയാൽ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ നമുക്ക് ഷുഗറൊക്കെ ശരിയാക്കി എടുക്കാൻ പറ്റും, ഈ ഭക്ഷണക്രമം ശരിയാക്കി കഴിഞ്ഞാൽ. അപ്പൊ അതാണ് ഷുഗറിന്റെ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ പ്രഷറിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഈ കുളിയുടെ പ്രശ്നം കൊണ്ടാണ് വരുന്നത്. തല കുളിക്കുന്നത് ആദ്യം വേണം, പിന്നീട് മേൽ കുളിക്കണം എന്നുള്ളത്. തലയിൽ ചൂടുള്ള ഒഴിച്ച് കുളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ BP പോലുള്ളതൊക്കെ വരും. അതുകൊണ്ട് അത് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെ ഉച്ചക്കുളി പ്രഷറിന് കാരണം. നട്ടുച്ചയ്ക്ക് കുളിക്കുന്നത് അപ്പോഴെന്താ, ശിരസിലുള്ള രക്തക്കുഴലുകളൊക്കെ വികസിച്ചിരിക്കാവേ നട്ടുച്ച നേരത്തെ. അപ്പൊ അതുകൊണ്ട് ഉച്ചക്കുളിയും ഭയങ്കര പ്രശ്നമാണ്. ഉച്ചക്കുളി പിച്ചക്കുളി എന്നൊക്കെ പറയും പഴയ ആൾക്കാര്. അപ്പൊ ഇതൊക്കെ കാരണം ഈ പ്രഷർ പോലുള്ള രോഗങ്ങൾ, കണ്ണിലുണ്ടാവുന്ന രോഗങ്ങൾക്കൊക്കെ, കണ്ണിൽ ഗ്ലോക്കോമ ഒക്കെ വന്നിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോഴേ, ഈ കണ്ണിൽ പ്രഷറാണ് കേട്ടോ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. അപ്പൊ കണ്ണിങ്ങനെ ഉന്തി വന്നിരിക്കണ പോലെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോ ഈ അവരൊക്കെ എപ്പോ പുറത്തു പോയി വന്നാലും കണ്ണ് കഴുകും എന്നുള്ളതാണ്. കണ്ണ് കഴുകും, മുഖം കഴുകും എന്നുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ നമ്മൾ മുഖത്ത് വെള്ളമൊഴിക്കരുത്. ആ അന്തരീക്ഷത്തിലെ ആ ചൂട് പെട്ടെന്ന് തണുപ്പ് തട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു ശൃംഗിങ് ഉണ്ട്. ആ ശൃംഗിങ്ങിൽ നമ്മുടെ രക്തക്കുഴലുകളൊക്കെ ഒന്ന് ചുരുങ്ങും. ഈ ചുരുങ്ങുന്നതാണ് കുഴപ്പം. ഈ ചുരുങ്ങുന്നതാണ് നമ്മുടെ കുഴപ്പമുണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് രക്തക്കുഴലുകളെ കൃത്യമായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചുരുങ്ങലില്ലാതെ, എന്നുവെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഒരു ടെമ്പറേച്ചർ വ്യത്യാസം ഇല്ലാത്ത രീതിയിൽ നമ്മൾ പെരുമാറണം എന്നുള്ളതാണ്. അപ്പൊ അത് ഇതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് വേർതിരിക്കുമ്പോ കാല് കഴുകുക എന്നുള്ളത്. നമ്മൾ പുറത്തൊക്കെ പോയി വന്ന് കാല് കഴുകാൻ വേണ്ടിയിട്ട് ഉണ്ട്, പണ്ടും ഉണ്ടായിരുന്നു ഈ സ്വഭാവം. അപ്പൊ പണ്ടൊരു കിണ്ടിയിൽ വെള്ളം വെക്കും. ആ കിണ്ടിയിലുള്ള വെള്ളമായിരിക്കും ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ കാല് കഴുകാൻ വേണ്ടി ഉപയോഗിക്കേണ്ടി വന്നത്. അപ്പൊ അവിടെ എന്താ ഉണ്ടായെന്ന് വെച്ചാല്, ഈ അന്ന് അവര് കാലിന്റെ അടി മാത്രം കഴുകാനാണ് അത് ഉപയോഗിച്ചിരുന്നത്. ഇന്നിപ്പോ അങ്ങനെയല്ല. ഇന്ന് നമുക്ക് പൈപ്പും ഇതൊക്കെ വന്നപ്പോ ആ മുറ്റത്ത് തന്നെ ഇതുണ്ടാവും, ഒരു ഇതുണ്ടാവും. അപ്പൊ അവിടെ കാല് കഴുകാൻ വേണ്ടി എന്ത് ചെയ്യും, നമ്മള് മുട്ടിന് താഴോട്ട് അങ്ങോട്ട് വെള്ളമൊഴിച്ച് അങ്ങോട്ട് കഴുകാൻ തുടങ്ങും, നന്നായി വെള്ളമൊഴിച്ചിട്ട്. ഇത് സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ എന്താവും, കാലില് രക്തക്കുഴലുകൾ വികസിക്കാൻ തുടങ്ങും. ഈ വികസിച്ചതിനെ നമ്മൾ പറയുന്ന പേരാണ് വേരിക്കോസ് വെയിൻ എന്നുള്ളത്. ആ വേരിക്കോസ് വെയിൻ പോലും ഒരു ജീവിതശൈലി രോഗം. ആരാണോ ഇങ്ങനെ കൃത്യസമയത്ത്, എന്നുവെച്ചാൽ ആ ഒരു ചൂടേറ്റ് വന്നിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വെള്ളമൊഴിച്ച് കാല് കഴുകുന്നത്, അതും പ്രത്യേകിച്ച് മുട്ടിന് താഴോട്ടായിട്ട് ഇങ്ങനെ വെള്ളമൊഴിച്ച് കഴുകുന്നത്, ഇവരിൽ പെട്ടെന്ന് വേരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യത കൂടും. അപ്പോൾ വേരിക്കോസ് വെയിൻ വരാതെ നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു കൃത്യമായ രീതിയിൽ കാല് കഴുകാൻ കാലിന്റെ അടി മാത്രം കഴുകാം, ഒന്നില്ലെങ്കിൽ മുഖം കഴുകലൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. തീരെ കുളിക്കാനും പാടില്ല വേർത്ത് വന്നിരിക്കുന്ന സമയത്ത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പം ആ വേർപ്പ് വന്നിരിക്കുന്ന നേരത്ത് കുളിച്ചു കഴിഞ്ഞാല് നമുക്കറിയാം, പലപ്പോഴും എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ജലദോഷം വരാം, പനി വരാം, കഴുത്ത് വേദനയ്ക്ക് സാധ്യതയുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പ്രഷർ പോലുള്ള രോഗങ്ങൾക്കും സാധ്യത കൂടുതലാണ്. അപ്പൊ ഒരിക്കലും വേർത്തി വന്ന് ഉടനെ ചെയ്യാൻ പാടില്ല. കണ്ണ് കഴുകി കഴിഞ്ഞാൽ കണ്ണിൽ ഗ്ലോക്കോമ പോലുള്ള രോഗങ്ങൾ, കാല് കഴുകിയാല് വേരിക്കോസ് വെയിൻ പോലുള്ള, ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണെന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യങ്ങള്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഒരു ജീവിത ശൈലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഇതിനോടനുബന്ധിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ, നിങ്ങൾക്കുള്ള എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിലെന്താണ് ജീവിതശൈലിയിലുള്ള തെറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ വേണ്ടി ശ്രമിക്കാം. കാരണം ഇപ്പൊ നമ്മൾ പ്രഷറൊക്കെ വരുമ്പോ പലരും ഉപ്പിന്റെ ഉപയോഗമാണെന്നൊക്കെ പറഞ്ഞിട്ടേ ഇപ്പൊ അങ്ങനത്തെ രീതിയിലൊക്കെ ചെയ്യും. ഉപ്പ് കുറച്ചാൽ എന്താ പൊതുവെ പ്രശ്നം, ഉപ്പ് കുറച്ചാൽ നമുക്ക് ഈ കൃത്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, ഭക്ഷണത്തിന്റെ അളവ് തന്നെ കുറയും ഒന്നാമത്. പിന്നെ
ഈ ഉപ്പ് കുറയ്ക്കല് ഇപ്പൊ അത് പ്രഷർ വരരുതെന്ന് വെച്ചിട്ട് ഉപ്പ് ഇപ്പോഴേ തൊട്ട് അങ്ങോട്ട് കുറയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്തുണ്ടാവണത്? അപ്പൊ സോഡിയം കൂടിയും കുറയും. അപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സോഡിയം കുറഞ്ഞിട്ടുണ്ടാവുന്ന രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പൊ സോഡിയം കുറയരുത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ സോഡിയം കുറയാണ്ട് നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതുകൊണ്ട് ഉപ്പ് ഒരു നിശ്ചിത അളവിൽ നമ്മൾ എപ്പോഴും കഴിയും. അപ്പൊ ഉപ്പൊന്നല്ല ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. അതുപോലെ നോക്കൂ, അയഡൈസ്ഡ് സോൾട്ട് ആണ് വേണ്ടതെന്ന് പറഞ്ഞു. അയഡിന്റെ കുറവാണ് തൈറോയിഡിന് കാരണം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്തായി? എന്നിട്ട് നമുക്ക് അയഡൈസ്ഡ് ഉപ്പ് എല്ലാവരും ഇപ്പൊ കഴിക്കുന്നുള്ളൂ. എന്നിട്ട് തൈറോയിഡ് രോഗങ്ങൾ കുറഞ്ഞിട്ടുണ്ടോ? തൈറോയിഡ് രോഗങ്ങൾ പൂർവാധികം കൂടിക്കൊണ്ടേയിരിക്കുക ചെയ്യണത്. മുമ്പത്തെ അപേക്ഷിച്ച് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ കാരണം ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആയി കഴിക്കുമ്പോഴാണ് തൈറോയ്ഡ് വരുന്നത് എന്നുള്ള ചിന്ത ഇല്ല ആളുകളുടെ ഇടയിൽ. അപ്പൊ അത് കുളിച്ചാൽ ഉടനെ കഴിക്കാതിരുന്നാൽ തൈറോയിഡിന് സാധ്യതയുണ്ട്. ആണുങ്ങളെ സംബന്ധിച്ച് കുളിച്ചാൽ ഉടനെ കഴിക്കാതിരുന്നാൽ എന്തുണ്ടാന്ന് വെച്ചാല് ഈ കിഡ്നി സ്റ്റോൺ വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ കുറെ ഒബ്സർവേഷൻ ചെയ്തതെന്ന് പറയുന്നത്, കിഡ്നി സ്റ്റോൺ വന്നിട്ടുള്ള ആണുങ്ങള്, ആ ചെറുപ്പക്കാരാണുങ്ങള്, അവരില് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പൊ ആ ഒരു ഇത് അവർക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. അത് കിഡ്നിയെ ബാധിക്കാനുള്ള, കിഡ്നി സ്റ്റോൺ പോലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള കാര്യം കൂടിയിട്ടുണ്ട് നമ്മൾ. ഇത്രയാണ് നമുക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കും. വീഡിയോ ഓണാവണില്ല, ഒന്നുകൂടി നോക്കാം. ഡോക്ടർ, ഈ വിറയ ഉണ്ടാവുന്നതും ജീവിതശൈലി രോഗമാന്ന് പറഞ്ഞില്ലേ? ആ അപ്പം ഞങ്ങളുടെ ഇവിടെ അമ്മയ്ക്ക് അങ്ങനെ ഒരു അസുഖമുണ്ട്. അപ്പൊ CT സ്കാൻ ഒക്കെ എടുത്തു, അപ്പോഴൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ വിറയ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണേ. ആ അത് അതിന്റെ കാരണം എന്താ? കമ്പവാതം എന്നുള്ള ടൈപ്പാണത്. വാദത്തിന്റെ വളരെ അധികമായിട്ട് വന്നിട്ടുള്ള കാര്യമാണ് അതില്. ഈ വാതം എന്നുള്ളത് അത് ഡീജനറേഷൻ, നേരത്തെ പറഞ്ഞ ആമവാദം വാതക്തം ടൈപ്പ് അല്ല. ഇത് തേയ്മാനം കൊണ്ടുള്ള പ്രശ്നമാണ് കേട്ടാ. തേയ്മാനം എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം സമയം തെറ്റിയുള്ള ഭക്ഷണക്രമം, നമ്മൾ കഴിക്കേണ്ട സമയത്ത് കഴിക്കാതെ കഴിക്കുന്നത്, പിന്നെ കുറെ വൈകി കഴിക്കുന്നത്, പിന്നെ കൃത്യമായ അളവിൽ കഴിക്കാതിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് 4 ദോശയാണ് അല്ലെങ്കിൽ 3 ദോശയാണ് നമ്മുടെ കപ്പാസിറ്റി എന്നുണ്ടെങ്കിൽ 3 ദോശ വീതം നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കണം. പക്ഷെ 3 ദോശ നമ്മൾ കഴിക്കുന്നത് കുറച്ച് എല്ലാ ദിവസവും 1 അല്ലെങ്കിൽ 2 ദോശ വെച്ച് കഴിക്കാൻ തുടങ്ങും. അങ്ങനെ കുറേ കാലം ചെല്ലുമ്പോൾ ആ കുറവ് നമ്മുടെ ശരീരത്തിൽ കാണിച്ചു തരും. അത് നമുക്ക് ഇങ്ങനെയുള്ള വിറയൽ പോലുള്ള വാദത്തിന്റെ മൂർധന്യമായ ഒരു അവസ്ഥയായിട്ട് തീരുന്നു. പിന്നെ ഉറക്കക്കുറവിനുണ്ട്. ഇങ്ങനെ ഉറക്കം ശരിയല്ലെങ്കിലൊക്കെ വിറയൽ വരാനുള്ള ഇതുണ്ട്. പാല് നെയ്യ് പോലുള്ളത് ശീലിക്കാതിരുന്നാൽ, അത് സ്ഥിരമായിട്ട് ശീലിക്കേണ്ടതാണ്. നമ്മള് സത്യവാദിനെ എല്ലാ ദിവസവും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ, ദേഷ്യപ്പെടരുത് എന്ന് പറഞ്ഞിട്ട് നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ആയുർവേദത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. അതിന്റെ കൂടെ എഴുതിയിരിക്കണേ ദിവസവും പാലും നെയ്യും കഴിക്കണം. പാലും നെയ്യും സ്ഥിരമായിട്ട് കഴിക്കാതിരുന്നാൽ ഇത് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വിറയിലൊക്കെ വരും. വാദം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അതിൽ പറയുന്നത് കേട്ടോ. അങ്ങനത്തെ ഇത് ചെയ്യാതെ അപ്പൊ അതൊരു കാരണമാവും. അപ്പൊ എന്താണോ അതിന്റെ കാരണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ ഞാനതിനെയൊക്കെ ഈ കുറുന്തോട്ടി വേര്, അമുക്കുരം, നായ്ക്കുരണപ്പരിപ്പ്, ഉഴുന്ന്, ഇതൊക്കെ ഇട്ടിട്ടുള്ള പാൽ കഷായം കൊടുക്കും. ഇപ്പൊ ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ ഉഴുന്ന് മാറ്റിയിട്ട് ഉലുവിട്ട് കൊടുക്കും. അങ്ങനെയാണ് അതിന്റെ ചെയ്യാറുള്ളത്. അപ്പൊ ഇതൊരു പാൽ കഷായം പോലെ ആക്കി കൊടുക്കുമ്പോൾ അത് നല്ല വ്യത്യാസം ഉണ്ടാവും. ഇവര് വിറയലുള്ളവർക്ക് നമ്മള് മോഡേണിൽ സിൻഡോപ്പാന്ന് പറഞ്ഞിട്ടൊരു ഗുളികിന് പൊതുവെ കൊടുക്കുക. അതിങ്ങനെ സ്ഥിരമായിട്ട് കൊടുത്തോണ്ടിരിക്കും. ഞാൻ നോക്കിയപ്പോ അതിന്റെ അളവ് ഒരിക്കലും കുറയ്ക്കാൻ പറ്റണില്ല. ഈ 1 നിന്ന് തുടങ്ങി പിന്നെ ഒരു ദിവസം 4ഉം 5ഉം ഒക്കെ കഴിക്കുന്ന രീതിയിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആ മരുന്നിന്റെ ഡോസ് കുറയുമ്പോൾ വീണ്ടും കുഴപ്പമാവും. അപ്പൊ അതിലേക്കൊന്നും പോവാണ്ട് നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റേജിലാണെങ്കിൽ അത് ഈ കൃത്യമായി ഇങ്ങനെ ഒരു പാൽ കഷായത്തിൽ കൂടി കൃത്യമായ ഭക്ഷണ രീതിയിൽ കൂടി നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമസ്കാരം ഡോക്ടറെ. എന്റെ പേര് ശോഭന എന്നാണ്. സപ്ലിമെന്റ് കഴിച്ചാൽ എങ്ങനെയാ ഡോക്ടറെ? അത് 50 വയസ്സ് കഴിഞ്ഞ ഒരു സപ്ലിമെന്റ് കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ അത് ദോഷം വല്ലതും ഉണ്ടോ? അതോ ഏതാ സർപ്പഗന്ധിയാണോ? സപ്ലിമെന്റ് എലമെന്റ്സിന്റെ ഒക്കെ ഉൽപ്പന്നങ്ങളില്ലേ? സപ്ലിമെന്റ് ശരിക്കേ നമ്മള് ഭക്ഷണം തന്നെയാണ് നമുക്ക് വേണ്ടത്. അത് മാറി മാറി ഈ ഓരോ ദിവസവും മാറി മാറിയൊക്കെ നമ്മൾ ഓരോന്നും വെച്ചുള്ള ഭക്ഷണക്രമം ഉണ്ടല്ലോ, ആ ഭക്ഷണക്രമം തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ലത്. അത് നമുക്ക് പല കാരണവശാല് നമുക്ക് കൃത്യമായിട്ട് ഭക്ഷണം കിട്ടാണ്ട് വരുമ്പോഴാണ് നമ്മൾ ഈ സപ്ലിമെന്റിലേക്കൊക്കെ പോണ്ടി വരുന്നത്. അപ്പൊ അത് മാക്സിമം അത്
വേണ്ടാന്ന് വെക്കണം. പക്ഷെ കഴിച്ചോന്ന് വെച്ചിട്ട് തീരെ ഇപ്പൊ ഒരു ധാതുവിന്റെ ഇത് കുറവ് വന്നാ അതിനനുസരിച്ച് നമുക്ക് കഴിക്കാം. അതിന്റെ ചില ധാതുക്കൾക്കൊക്കെ ഇപ്പൊ വിറ്റമിൻ ഡി ഇപ്പൊ പൊതുവെ നോക്കുമ്പോൾ നമ്മളിൽ വളരെ കുറവാ. സൂര്യപ്രകാശത്തിന്റെ കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞാലും ഈ കോവിഡിന് ശേഷം വാക്സിനേഷന് ശേഷമൊക്കെ പലരിലും വിറ്റമിൻ ഡി ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഇപ്പൊ 7, 8, 10 പലർക്കും 25 വരേണ്ടടുത്ത് 7, 8, 10 പലർക്കും കാണുന്നത്. അപ്പൊ വിറ്റമിൻ ഡിയുടെ ഒരു സപ്ലിമെന്റ് എന്നുള്ള രീതിയിൽ ആ ഗുളിക കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ അതിന്റെ രീതിയിൽ ശരിയാവാറുണ്ട്. അതേപോലെ എന്താണോ കുറവെന്ന് വെച്ചാൽ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മരുന്ന് പോലെയായിട്ട് ഈ സപ്ലിമെന്റുകൾ കഴിക്കാം. മാക്സിമം നമ്മൾ ടൈമിലി ഫുഡ് ഉണ്ടെങ്കിൽ തന്നെ പല സപ്ലിമെന്റിന്റെയും ഉപയോഗം വേണ്ടെന്ന് വെക്കാനും പറ്റും. ഒറ്റയ്ക്കൊക്കെ ആകുമ്പോഴൊക്കെ ബുദ്ധിമുട്ട്, അതുകൊണ്ട് ചോദിച്ചതാണ് സപ്ലിമെന്റ്. ഒറ്റയ്ക്കൊക്കെ ആകുമ്പോൾ നമ്മള് ഫുഡ് അങ്ങനെ ഉണ്ടാക്കാറില്ലല്ലോ. അങ്ങനെ ചെയ്യരുത്. അങ്ങനെയൊന്നും ഒരിക്കലും വരരുതിട്ടാ. അതൊക്കെ ഭയങ്കര അപകടാ. നമ്മള് ഭക്ഷണം കഴിക്കാനാണ് ജീവിക്കേണ്ടത്. ഭക്ഷണം എന്താ വെച്ചാല് നമ്മൾ വീട്ടിലിപ്പോ ചിലപ്പോ ഭർത്താവും മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കും. അവരില്ലെങ്കിൽ നമുക്കും വേണ്ടാന്നുള്ള രീതി. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും ഭക്ഷണം കൃത്യമായിട്ട് കഴിച്ചിട്ട് ജീവിക്കണം. അപ്പൊ സപ്ലിമെന്റ് ഒക്കെ മേടിച്ചു വെച്ചാൽ വല്ലപ്പോഴും ഒന്ന് കഴിച്ചാൽ കുഴപ്പമില്ല. അങ്ങനല്ലത്. സപ്ലിമെന്റ് ഒക്കെ വളരെ അപൂർവമായിട്ടേ പാടില്ല. സപ്ലിമെന്റ് കൊണ്ടൊന്നും കാര്യങ്ങളെല്ലാം നടക്കില്ല. ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കാന്നുള്ളതാണ് വേണ്ടത്. ഓഹോ, ശരി ശരി ശരി. നമസ്കാരം ഡോക്ടർ, നമസ്തേ. ഞാൻ വത്സല. ഒരു സംശയമുള്ളത്, വേപ്പിന്റെ ഇല അരിച്ചിട്ട് അത് കുടിക്കുന്നതിനോട് ദോഷമുണ്ടോ? അരിവേപ്പിന്റെ ഇല എന്തിനു വേണ്ടിയിട്ടുള്ളത്? അങ്ങനെയല്ല, ഡയബറ്റിക് ഫാമിലിയാണ്. ഇപ്പൊ ഇതുവരെ ഡയബറ്റീസ് ഇല്ല, BP ഉണ്ട്. പക്ഷെ അത് ചെയ്യാവോന്ന്? ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യില്ല. അങ്ങനെ അതങ്ങനെ ഒരു ഡെയിലി കഴിക്കേണ്ട ഒരു ഭക്ഷണത്തിന്റെ രീതി. ഡെയിലി അല്ല, ഒരു 3 ദിവസം അടുപ്പിച്ച് ചെയ്തിട്ട്. അരിവേപ്പിന്റെ അല്ലേ പറയണത്? അതെ അതെ. ഷുഗർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാ. പക്ഷെ അങ്ങനെ ഷുഗർ ഒന്നും ഇല്ലാണ്ട് വെറുതെ കഴിക്കേണ്ട കാര്യമില്ല. അതില് ഇങ്ങനെയുള്ള ഇതുപോലെ ഉപയോഗിക്കുന്ന ടൈപ്പ് അല്ലാന്ന് ഞാൻ പറഞ്ഞു. ആര്യവേപ്പിന്റെ അല്ലേ, ആ രീതിയിൽ ഡെയിലി കഴിക്കേണ്ടതല്ല. ഭക്ഷണത്തിന്റെ പോലെ അങ്ങനത്തെ രീതി ആക്കരുത്. അതിന് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശരി. പക്ഷെ അപ്പോഴായാലും കൃത്യമായ അളവൊക്കെ നോക്കിയിട്ട് ശേഷം വേണം അത് തുടരാൻ വേണ്ടിയിട്ട്. ചിലർക്കൊക്കെ എന്താ വെച്ചാലേ ഷുഗർ വരുമ്പോഴേക്ക് ഈ മരുന്ന് നല്ലതാണെന്ന് പറഞ്ഞിട്ടൊക്കെ ഓരോന്ന് അങ്ങോട്ട് വാങ്ങിയിട്ട് കഴിക്കും. ഗ്യാസൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ തുടങ്ങും ഷുഗർ വരുമ്പോൾ. അതൊക്കെ ഷുഗറിന്റെ അളവിനെ ഭയങ്കരമായിട്ട് താഴ്ത്തും. അപ്പൊ അവർക്ക് അതിൻ്റെതായ ക്ഷീണം കൂടി വരാൻ തുടങ്ങും. ശരീരബലം പോവും, ആകെ തലകറക്കം. അപ്പൊ നമ്മള് അങ്ങനത്തെ രീതിയിൽ ആക്കി എടുക്കരുത് നമ്മുടെ ശരീരത്തിനെ. നമുക്ക് ആവശ്യം തോന്നിയാൽ കഴിക്കാന്നല്ലാതെ ഈ സ്ഥിരമായിട്ട് അങ്ങനെ ഒന്നും ചെയ്യരുത്. ഈ ഷുഗർ വരാതിരിക്കാൻ ഇത്രയും പ്രായമായിട്ട് ഇത് വന്നിട്ടില്ലല്ലോ. പറഞ്ഞാലും ഇത്രയും പ്രായമായിട്ടും വന്നിട്ടില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ടൈമിലൊക്കെ ഫുഡ് കഴിക്കുക എന്നുള്ള ശീലങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. ഇനി ഷുഗർ വരാതിരിക്കാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ടിട്ടുള്ള സാധനങ്ങൾ പൊതുവെ കുറയ്ക്കുക, മൈദ ഉള്ളത് കുറയ്ക്കുക, ഇങ്ങനെയുള്ളത് ചെയ്യേണ്ട കാര്യമില്ല. എന്തെങ്കിലും ഉണ്ടോ സംശയങ്ങള്? ഡോക്ടർ നമസ്കാരം. ഇങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ ഇടനേരങ്ങളിൽ എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ ഞാൻ വൈകുന്നേരം ഒരു സ്ഥിരമായിട്ട് ഒരു 4 കഴിയുമ്പോൾ ചായ, അതിൻ്റെ ഒപ്പം ഒരു ബ്രെഡ് പക്കോട, അങ്ങനെ എണ്ണയിൽ പൊരിച്ച സാധനങ്ങൾ, സമൂസ, അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കണ്ട. അപ്പൊ അതുകൊണ്ട് വല്ല ദോഷമുണ്ടോ? എല്ലാ ദിവസവും കഴിക്കണമെങ്കിൽ വല്ല ദോഷമുണ്ടോന്ന് അറിയാം. എത്ര വയസ്സായിട്ടുണ്ട്? 39. എന്നുവെച്ചാലേ നമുക്ക് കിട്ടുന്നതിന്റെ ലഭ്യതയൊക്കെ നോക്കണം. നമുക്ക് ഇത് എന്തെങ്കിലും കഴിച്ചു എന്നുള്ളത് നമുക്ക് കുഴപ്പമില്ല. കഴിക്കാതിരുന്നാലാണ് കൂടുതൽ കുഴപ്പം. അതാണ് ആദ്യത്തെ പോയിന്റ് കേട്ടോ. അപ്പൊ എന്തെങ്കിലും കഴിക്കണം എന്നുള്ള ഒരു പോയിന്റ്. അപ്പൊ എന്ത് കഴിക്കണം എന്നുള്ളത് പിന്നെ നമുക്ക് ഒന്നും കൂടി ചിന്തിക്കണം. നമ്മുടെ ശരീരത്തിൽ ദോഷകരമാവുന്ന വസ്തുക്കൾ കഴിക്കാതെ നോക്കണം എന്നുള്ളത്. അപ്പൊ റെഗുലർ ആയിട്ട് ഇങ്ങനെ ഇത് തന്നെ ബ്രെഡ് പക്കോട അത് അങ്ങനത്തെ രീതിയിൽ റെഗുലർ ആയിട്ട് ഇല്ലാതെ മാറി മാറി കഴിക്കാന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും അത് ഏറ്റവും നല്ല ഫുഡ് എന്നുള്ള രീതിയിൽ ഫ്രൂട്ട്സിനൊക്കെയാണ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. നേന്ത്രപ്പഴം കഴിക്കുക, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് ശരീരത്തിന് ഒരു ദോഷം ഉണ്ടാക്കുന്നതല്ല എന്നുള്ളതാണ്. ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നതാണ് വലിയ കുഴപ്പമില്ല, ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും നിങ്ങൾ ഇതുപോലെ ബ്രെഡ് പക്കോട കഴിച്ചു, വട കഴിച്ചു, അതുകൊണ്ട് അത്ര കുഴപ്പമില്ല. എണ്ണയിൽ പൊരിച്ചതെല്ലാം മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല, അതിന്റെ ശുദ്ധി ഒന്ന് നോക്കണം. സാധാരണ നിലയിൽ
ഈ ഒരേ എണ്ണയിൽ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പൊ ആ ഇത് നമുക്ക് ശരീരത്തിന് ദോഷകരമായിട്ട് തീരും. വീട്ടിലൊക്കെ നമ്മൾ പഴം പൊരിച്ച് കഴിച്ചു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ ഒരേ എണ്ണയിൽ പല പ്രാവശ്യം എടുത്തിട്ട് ഇതാക്കുമ്പോൾ ഉണ്ടാവുന്ന ചില ദോഷങ്ങൾ ഉണ്ടാവാം. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്തെങ്കിലും കഴിക്കുക എന്നുള്ള ഒരു ശീലം, രണ്ടാമത്തെ സ്റ്റെപ്പിൽ ആ കഴിക്കുന്ന ഭക്ഷണം നല്ലതാണ് എന്നുള്ള ഉറപ്പുവരുത്തുക എന്നുള്ള ശീലം, രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പൊതുവെ രോഗങ്ങളൊന്നും ഇല്ലാണ്ട് നോക്കാൻ പറ്റും. നമസ്കാരം ഡോക്ടറെ. രാവിലെ നമ്മള് ഈ യാത്രയിടക്ക സമയത്ത് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റാത്ത സമയത്ത് ഈ പറഞ്ഞ പാലോ റാഗിയോ അങ്ങനെയുള്ള ചാരം ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ശരീരം എനർജറ്റിക് ആകുന്ന ഇതാണോ? നമ്മുടെ പേരെന്തെന്നാ? സുജാത. നമ്മള് കൂടുതൽ സമയം കിട്ടാത്ത സമയത്ത്, സമയം ഉണ്ടാക്കാൻ ഉള്ള സമയമില്ലെങ്കിൽ റാഗിയോ അങ്ങനെ കഴിച്ചാൽ ആരോഗ്യപരമായ നമുക്ക് ഹാർഡ് ഫുഡ് തന്നെ രാവിലെ കഴിക്കണം. ഞാനത് എന്താ അറിയാം. അപ്പൊ നമുക്ക് സമയമില്ലെങ്കിൽ നമ്മൾ ഫ്രൂട്ട് ഡയറ്റ് ഉണ്ടാക്കിയാലും മതി. ഇപ്പൊ നേന്ത്രപ്പഴം, ആപ്പിള് അങ്ങനെയുള്ളതൊക്കെ ചേർത്തിട്ട് നമുക്കൊരു ഫ്രൂട്ട് ഡയറ്റ് ഉണ്ടാക്കാം. അവിടെ പുളിയുള്ള സാധനങ്ങൾ നമ്മൾ അതിന്റെ കൂടെ ചേർക്കണ്ടെന്ന് വെക്കാം. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ സമയമില്ലെങ്കിലും നേന്ത്രപ്പഴം കഴിക്കാൻ വിഷമില്ല. 2 നേന്ത്രപ്പഴം കഴിച്ചത് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോട് ഈക്വലന്റ് ആയത്. അങ്ങനെ നമുക്ക് ഒരു മാറ്റം വരുത്താം ഒരു രീതിയിൽ. പിന്നെ റാഗി ഉണ്ടെങ്കിൽ റാഗി പാലിൽ കുറുക്കി കഴിച്ചാൽ ശരിയായി. അതും നമ്മൾ അളവിൽ കഴിക്കണം, കൃത്യമായ അളവിൽ കഴിക്കണം. കുറച്ച് 1-2 സ്പൂൺ കഴിച്ചിട്ട് നിർത്തലല്ല, കറക്റ്റ് അളവിൽ നമ്മൾ അത് കഴിക്കണം. എല്ലാ ദിവസവും റാഗി കഴിക്കുക എന്നുള്ളതല്ല ശീലാക്കേണ്ടത്, മാറി മാറി ഓരോന്ന് കഴിക്കണം. എപ്പോഴെങ്കിലും സമയമില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാന്നുള്ളതേ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ചിട്ടയിലേക്ക് ഈ രാവിലെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തിയിട്ട് തന്നെ വേണം നമ്മൾ ജീവിക്കാൻ. നേരത്തെ എണീറ്റിട്ടാവാം, എങ്ങനെ വേണമെങ്കിലായിട്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഞാൻ രാവിലത്തെ ഫുഡ് ഇതുവരെ എവിടെയെങ്കിലും യാത്ര ധൃതി പിടിച്ച് പോകുന്നുണ്ട് ഫുഡ് ഒഴിവാക്കാറുണ്ട്. ഇത് കേട്ടപ്പോഴാണ്. അവരുടെ വെയിറ്റ് ഒരിക്കലും വെയിറ്റ് കൂടിയല്ല, 42 കിലോ വെയിറ്റ്, ഒരിക്കലും വെയിറ്റ് കൂടില്ല. അതില് ഇങ്ങനെ ഈ തൈറോയ്ഡ് പോലുള്ളതും കൊളസ്ട്രോൾ, ഷുഗർ പോലുള്ളതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ എത്ര വയസ്സായിട്ടുണ്ട്? ഇപ്പൊ 60. പക്ഷെ ഇപ്പൊ ഇങ്ങനെ രോഗങ്ങളൊന്നും ഇല്ല. പക്ഷെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാറില്ല. നാച്ചുറലി നിങ്ങൾ വളരെ സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് രോഗങ്ങൾ വരാതിരുന്നത്. നാച്ചുറലി, കാരണം നിങ്ങൾക്ക് ഒരു നേരം ഭക്ഷണം ഒഴിവാക്കിയാൽ പോലും കുഴപ്പമില്ല എന്നുള്ളൊരു ശരീരപ്രകൃതിയാണ് നിങ്ങളുടെ. അതുകൊണ്ടാണ് അങ്ങനെ വരാതിരുന്നത്. പക്ഷെ അത് നമ്മൾ അങ്ങനെ ചെയ്യിക്കരുത്. ശരീരത്തിന് ആവശ്യമുള്ളത് ഭക്ഷണം അതാത് സമയത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊതുവെ വലിയ പ്രശ്നങ്ങൾ ഇല്ലാണ്ട് പോകാൻ പറ്റും. എപ്പോ നോക്കിയാൽ ആ കൃത്യ ഇടവേളകളിൽ, അതുപോലെ കുളിച്ചാൽ ഉടനെ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പൊതുവെ രോഗങ്ങളില്ലാണ്ട്, ഒരു രോഗവും വരാതെ 90-100 വയസ്സ് വരെ ജീവിക്കാൻ പറ്റും ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾക്ക്. നല്ല ഹെൽത്തി ഗ്രൂപ്പായിട്ടാണ്. അങ്ങനെ ഇപ്പൊ രാവിലത്തെ ഒഴിവാക്കിയിട്ടും ഇത്രയും കാലമായിട്ടൊരു പ്രശ്നം വന്നില്ലാതെ നല്ല ഹെൽത്തിയാണ് നാച്ചുറലി. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. രോഗങ്ങളൊന്നും ആശുപത്രിയിൽ അങ്ങനെ പോകാറില്ല, ഇതുപോലെ പ്രശ്നമൊന്നും ഇല്ല ഇതുവരെ. പക്ഷെ ഫുഡിൽ ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് വേറൊരു കാര്യം. അല്ല, അത് നിങ്ങൾക്ക് നാച്ചുറലി നിങ്ങളുടെ ജന്മനാൽ നിങ്ങൾക്ക് കുറച്ച് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടും കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരുന്നത്. ഇനി മുതലൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ പിന്നെ ഇനിയും കുറെ കാലത്തേക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ വെള്ളം കുടിക്കുന്നതിനെ കുറിച്ച് ഒന്ന് കുറച്ച് വ്യക്തത. ഏതാ പറഞ്ഞത്? ഈ വെള്ളം കുടിക്കണതേ, ആൾക്കാർ ഇപ്പൊ വാട്സാപ്പില് എത്ര വെള്ളം കുടിക്കണം, ഒഴിച്ച് കുടിക്കണം, അങ്ങനെ കുറെ സംശയം ഉണ്ടല്ലോ. അത് നമ്മള് വെള്ളം കുടിക്കണതിന്റെ രീതിയെ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തിലേ ഉള്ളൂ. മൂത്രം ഒഴിച്ചാൽ വെള്ളം കുടിക്കണം, ഇതാണ് നമുക്ക് വേണ്ടത്. രാവിലെ നമ്മൾ എണീറ്റ മൂത്രം ഒഴിക്കും. അപ്പൊ ഒരു 300 ml വരെ ഒരു വലിയ ഗ്ലാസ് വെള്ളം നമുക്ക് കുടിക്കാം. അതിൽ കൂടുതൽ കുടിക്കണ്ട. എത്ര വേണോ മൂത്രമായിട്ട് പോകുന്നത് ഏകദേശം അതിനനുസരിച്ചാണ് നമുക്ക് വെള്ളം കുടിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഒരു ദിവസം ഒരു 6 പ്രാവശ്യം മൂത്രം ഒഴിക്കുന്നു, 1800 മില്ലി ആണ് പോകുന്നത്. അപ്പൊ 1800 മില്ലി വെള്ളം നമ്മൾ കുടിക്കണം എന്നുള്ളതാണ് അതിന്റെ രീതി. കുറച്ച് നമ്മൾ ബാക്കി ഇപ്പൊ ചായ ആയിട്ടും മറ്റുള്ളതൊക്കെ ആയിട്ടുള്ള വേറെ രീതിയിലും കുറച്ചൊക്കെ ഉണ്ടാവാം. പക്ഷെ ഒരു വെള്ളം എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു 1800 മില്ലി എങ്കിലും കുടിക്കണം. അപ്പൊ 2 ലിറ്ററിന്റെ താഴെയായിട്ട് നമുക്ക് വേണ്ടി വരുള്ളൂ. അത് കാലാവസ്ഥയ്ക്കൊക്കെ അനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. കാരണം വേർപ്പ് കൂടുതലായിട്ട് പോകുമ്പോ
നമുക്ക് കൂടുതൽ വെള്ളം കുടിക്കേണ്ടി വരും, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ ഇത് എപ്പോ കുടിക്കണം? ഒറ്റയടിക്ക് 1 ലിറ്റർ വെള്ളം കുടിക്കുന്നു, അത് ശരിയല്ല. അപ്പൊ കിഡ്നിക്ക് ഭയങ്കര ലോഡ് വരുന്ന ആ സമയത്ത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഓരോ ഗ്ലാസ് വെച്ചിട്ട് ഒരു 6 പ്രാവശ്യമായിട്ടൊക്കെ കുടിക്കുന്നതാണ് നല്ലത്. അത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും, അത് ദഹനത്തിനെ ഫുള്ളായിട്ട് സഹായിക്കാൻ വേണ്ടി ഏറ്റവും നല്ലത്. ആ രീതിയിൽ നമ്മളെ ഓരോ പ്രാവശ്യം ചിന്തിച്ചു കൊണ്ടുപോവാം. അപ്പൊ ഒരു കുഴപ്പമില്ലാണ്ട് കൊണ്ടുപോകാം. നമുക്ക് ഇത്ര വെള്ളം വേണ്ടി വരുള്ളൂ. ഇപ്പൊ എന്താ വെച്ചാല് ഇത് ഏതെങ്കിലും ഒരു രാജ്യത്ത് കൂടുതലായി വെള്ളം കുടിക്കുക എന്നുള്ളത് ഉണ്ടാവും. അതിപ്പോ ലോകത്ത് മുഴുവൻ വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്സപ്പിൽ കൂടെ ഒക്കെ ഇങ്ങനത്തെ സന്ദേശങ്ങൾ വരുമ്പോ നമ്മളാകെ കൺഫ്യൂഷൻ ആവും. ഇന്ത്യയിൽ തന്നെ നമ്മുടെ കേരളത്തിലാണ് ഈ ചൂടുവെള്ളത്തിന്റെ ഉപയോഗം ശ്രദ്ധിച്ചാലേ അറിയാൻ പറ്റും. കാരണം ഹോട്ടലിൽ പോയാൽ പോലും നമുക്ക് ചൂടുവെള്ളം കിട്ടും. നോർത്ത് ഇന്ത്യയിൽ പോയ ചൂടുവെള്ളം എന്നുള്ള സംഭവമേ ഇല്ല. കാരണം അതിന്റെ അർത്ഥം എന്താണ്? അവിടെ എല്ലാവരും ഈ പച്ചവെള്ളം തന്നെ കുടിക്കണത്. കാരണം നമ്മുടെ കേരളത്തില് ഈ എന്താ പറയാ, ഹ്യൂമിഡിറ്റി കുറച്ച് കൂടുതലാണ്. അന്തരീക്ഷത്തിൽ ജലാംശം വളരെ അധികം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചൂടുവെള്ളം കുടിക്കുക എന്നുള്ള ശീലം വരുത്തിയത്. പക്ഷെ ഈ ചൂടുവെള്ളം കുടിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും അത് ശീലിപ്പിക്കാന്നുള്ള അതിന്റെ ആവശ്യവും ഇല്ല. അവർക്ക് അവരുടെ ഹ്യൂമിഡിറ്റി ഒന്നും ഇല്ല, അവർക്ക് പച്ചവെള്ളം കുടിക്കാം. നല്ല ശുദ്ധമായ പച്ചവെള്ളം അവിടെ കിട്ടുന്നുണ്ട്, അത് നേരിട്ട് കുടിച്ചാൽ മതി. നമ്മൾക്ക് ഈ അന്തരീക്ഷത്തിന്റെ ഹ്യൂമിഡിറ്റി ഉള്ളത് കൊണ്ട് നമ്മൾ ചൂടുവെള്ളം കുടിക്കുക എന്നുള്ളത്. അപ്പൊ അത് ഈ ഭക്ഷണം കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് കുടിക്കുന്നതാണ് ദഹനത്തിന് ഏറ്റവും നല്ലത്. ഒരു ദിവസം നമ്മൾ 6 പ്രാവശ്യം മൂത്രമൊഴിക്കുന്നുണ്ടെങ്കിൽ 300 മില്ലി വെള്ളം വീതം ഓരോ പ്രാവശ്യം കുടിക്കുക എന്നുള്ള ചെയ്ത്. ചിലർക്ക് 200 മില്ലി വെച്ചാലും മതിയോ, ചിലർക്ക് 250 മില്ലി, എത്രയാണോ അവരുടെ ക്വാണ്ടിറ്റി എന്നുള്ളതിനനുസരിച്ച് അതിനനുസരിച്ച് വെള്ളം കുടിക്കുക എന്നുള്ളൊരു രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ ഈ സാധനം കൊണ്ടു നടക്കാൻ പറ്റും. ഇപ്പൊ കിഡ്നിക്ക് ഒരിക്കലും ഓവർലോഡ് ഒരു ഭാഗത്തും വരില്ല. നേരിട്ട് 1 ലിറ്റർ വെള്ളം കുടിക്കുക എന്നുള്ളത് ചെയ്യാൻ പാടില്ല. പിന്നെ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ എപ്പോഴും ഇരുന്ന് കുടിക്കണം വെള്ളം എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ ഇരുന്ന് കഴിക്കും, പക്ഷെ വെള്ളം കുടിക്കുമ്പോഴേക്കും നമ്മൾ നിന്നിട്ടുണ്ടാവും. അപ്പൊ നിന്ന് കുടിക്കുന്ന ഒരു ശീലം. ഇപ്പൊ നമുക്കറിയാം പല സ്ഥലങ്ങളിലും വെള്ളം ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ റിസപ്ഷന് ഇവിടെ എന്തിനു പോണെങ്കിൽ ആദ്യം തന്നെ ജ്യൂസ് തന്നെ കിട്ടും. അപ്പൊ ജ്യൂസ് കിട്ടുന്നത് നിന്ന് ജ്യൂസ് കുടിക്കുന്ന ഒരു ശീലമാണ് നമുക്കുള്ളത്. പണ്ട് നമ്മൾ കല്യാണങ്ങൾക്ക് പോകുമ്പോ വരന്റെ പാർട്ടി വന്ന് എല്ലായിടത്തും ഇരുന്നതിന് ശേഷം ആ ഹാളിൽ ട്രേയിൽ കൊണ്ടുവന്ന് നടത്തിട്ട് കൊടുക്കുന്ന പരിപാടിയായിരുന്നു. അപ്പൊ എല്ലാവരും ഇരുന്നാ കുടിച്ചിരുന്നത്. ഇന്ന് നിന്ന് വെള്ളം കുടിക്കുന്ന ശീലം കൂടി. ഈ നിന്ന് വെള്ളം കുടിക്കുമ്പോ അതിനെ എല്ലായിടത്തും എത്തിച്ചേരാൻ പറ്റില്ല. പതുക്കെ നമ്മുടെ വയറിന്റെ അവിടെ വന്ന് അടിഞ്ഞു കൂടുന്ന രീതി വരും. പതുക്കെ കുടവയർ എന്നുള്ള രീതിയിൽ വരും. വയറ് ചാടുന്ന ഒരു പ്രശ്നം വരും. എപ്പോഴും ഇരുന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവണില്ല എന്നുള്ളതാണ്. കുറച്ച് ആൾക്കാരിൽ ഞാൻ ഒബ്സർവ് ചെയ്ത് നോക്കിയപ്പോ കുറെ കുടവയറന്മാരെ നമുക്ക് ഇതിന്റെ ഒരു പരിമിതിയിൽ നിന്ന് ഇതിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാനും കൂടി പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. എപ്പോ നോക്കിയാലും ഇരുന്ന് കുടിക്കണം എന്നുള്ളതാണ് ശീലാക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വെള്ളം കുടിക്കുമ്പോൾ പൊടി ഇരുന്ന് കുടിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഉണ്ടോ ഡോക്ടറെ? അതൊരു പുതിയ ഇൻഫർമേഷൻ ആണ് കേട്ടോ. നമുക്ക് ഇവരാരും പറഞ്ഞു തരാത്തൊരു ഇൻഫർമേഷൻ ആണ്. താങ്ക് യു ഡോക്ടർ. മാഡത്തിന്റെ പേര്? പേര് ജയന്തി എന്നാണ്. ജയന്തി. സാർ ഒരു ചോദ്യം കൂടി. സാർ നമ്മൾ ആയുർവേദം പറയണത് ശരിക്കും എത്ര നേരം ഭക്ഷണം കഴിക്കാനാണ്? അത് 3 നേരമാണോ 2 നേരമാണോ അറിഞ്ഞാൽ കൊള്ളുന്നുണ്ട്. അതിലേ നമുക്ക് ചില ദേശങ്ങളിൽ നിന്നുള്ള രീതിയില് എവിടെയോ 2 നേരം കഴിക്കണം എന്ന് പറഞ്ഞിട്ടൊക്കെ ഉള്ള ഒരു പുസ്തകത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആയുർവേദത്തിന്റെ തത്വം എന്ന് പറഞ്ഞാല് തഥാ അഗ്നോ ഉദ്രിക്തേ പ്രയുഞ്ജീത ആഹാരം, എപ്പോ അഗ്നിതീർത്ഥമായിരിക്കുന്നുവോ അപ്പോൾ ആഹാരം കഴിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ജീവിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഒരു തണുപ്പ് പ്രദേശങ്ങളിൽ നിങ്ങൾ ജീവിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ AC ഉള്ള മുറിയിൽ കുറച്ച് നേരം ഇരിക്കുന്നു വെക്കുക. അപ്പൊ നമുക്ക് ആ വിശപ്പിന്റെ വിളി വരും ഓട്ടോമാറ്റിക്കായിട്ട്, നേരത്തെ വരും. അല്ലാത്ത സമയങ്ങളിൽ അത്ര വരണമെന്നില്ല. അപ്പൊ തണുപ്പ് പ്രദേശങ്ങളിലുള്ള അല്ലെങ്കിൽ തണുപ്പ് ഉള്ള സമയങ്ങളിലാണെങ്കിൽ വിശപ്പ് കൂടും. അപ്പൊ എപ്പോഴാണോ അഗ്നിദീപ്തമാവുന്നത് അപ്പോൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഞാൻ കേരളത്തിന്റെ ഒരു കാലാവസ്ഥയുടെ പ്രത്യേകതയും ഇവിടെ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതായിട്ടുള്ള സമയവും നമ്മുടെ ജോലികളുടെ സമയവും എല്ലാം കണക്കിലെടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചാർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. രാവിലെ 7:30-8 മണിയാകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പൊ അതിന് തൊട്ട് മുമ്പ് പോയി കുളിക്കുക എന്നുള്ളതാണ് വേണ്ടത്. 10:30 ഒരു ലഘു ഭക്ഷണം, 1 മണിക്ക് ഒരു ഊണ്, 4:30 ഒരു ലഘു ഭക്ഷണം,
രാത്രി 8:30ക്ക് ഡിന്നർ, 10 മണി 10:30 ആകുമ്പോഴേക്ക് ഉറക്കം എന്നുള്ള രീതി ഉണ്ടാക്കിയെടുത്തുള്ളത് ഇങ്ങനെയാണ്. അത് ഈ ഒരു കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും സ്യൂട്ടാണ്. ഇത് ചിലപ്പോ തണുപ്പ് രാജ്യങ്ങളില് നമുക്കറിയാം, അവിടെ എണീക്കാൻ തന്നെ കുറച്ച് വൈകും ആൾക്കാർ. 6:30-7 മണിയൊക്കെ ആവും. കാരണം നല്ല തണുപ്പാണ്, മഞ്ഞ് ഭയങ്കരമായിട്ട് പെയ്യുന്ന ഒരു സമയം. അതുപോലെ രാത്രി നേരത്തെ തണുപ്പ് തുടങ്ങുന്നതുകൊണ്ട് അവർ ചിലപ്പോൾ 9 മണിയാകുമ്പോഴേക്ക് ഉറങ്ങും. അവരെ സംബന്ധിച്ച് ഇത്രയ്ക്ക് ഇതായിരിക്കണമെന്നില്ല, അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാം. എന്നാലും ഏകദേശം ഈ രീതിയിൽ പോണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതാ അപ്പൊ നമ്മൾ അപ്പൊ നമ്മൾ ഈ വയറ് കാളാത്ത സമയത്ത് കഴിക്കാണ്ടിരുന്നോണ്ട് അപ്പൊ വയറ് കുഴപ്പമുണ്ടാവില്ലല്ലോ. കാളാത്താന്ന് പറഞ്ഞാല് നമ്മളെ ശരീരത്തിനെ കുറിച്ച് നമുക്കൊന്ന് അറിയണം. ഞാനിപ്പോ 8 മണിക്ക് കഴിച്ചു, ഞാൻ 10:30-ക്കൊന്നും കഴിച്ചില്ല എന്നായിരിക്കാം, എനിക്ക് 11:30 തൊട്ട് കത്താൻ തുടങ്ങും, 12:30-ക്കും കത്തും, 1 മണിക്കും കത്തും. ഈ കത്ത എന്ന് പറഞ്ഞാൽ പ്രശ്നമായി തുടങ്ങി. അവിടെ ഉള്ളില് കൊളസ്ട്രോൾ ഉണ്ടാവാനും PCOD പോലുള്ളത് ഉണ്ടാവാനും ഫൈബ്രോയിഡ് യൂട്രസ് ഉണ്ടാവാനും ഫാറ്റി ലിവർ ഉണ്ടാവാനും ഒക്കെ ഉള്ള വഴിമരുന്ന് അവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം, ഈ കത്തിക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ ഇടനേരത്തെ ഒന്നും കഴിക്കാതെ 11:30 തൊട്ട് ഇങ്ങനെ കത്താൻ തുടങ്ങിയപ്പോ കുഴപ്പമായി തുടങ്ങി. നിങ്ങൾ ഇനി 1 മണിക്കും കഴിച്ചില്ല എന്ന് വിചാരിക്കാം, 2 മണിക്കും കഴിച്ചില്ല, പിന്നെ കത്തലുണ്ടാവോ? കത്തല് ശരിക്കും പറഞ്ഞാൽ കൂടി കൂടി വരേണ്ടതല്ല, പക്ഷെ കത്തലുണ്ടാവും അല്ലേ? ഇല്ല, കത്തൽ സ്റ്റോപ്പ് ഒരു പരിധി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവും. സ്റ്റോപ്പ് ആവും. ഈ സ്റ്റോപ്പ് ആയത് എങ്ങനെ സ്റ്റോപ്പായി? അത് ശരീരത്തിന്റെ ഉള്ളിലുള്ള കോശങ്ങളെ തന്നെ വിഘടിപ്പിച്ചിട്ട് അവർ ഫുഡായിട്ട് ഉപയോഗിച്ചു. നമ്മുടെ രക്തം ഓടാൻ വേണ്ടിയിട്ട്, ബ്രെയിൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹാർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, എല്ലായിടത്തേക്കും വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഉള്ളിലുള്ള കോശങ്ങളെ തന്നെ ഭക്ഷണമായിട്ട് ഉപയോഗിച്ചു. അപ്പൊ നമ്മൾക്ക് ക്ഷീണമില്ല. നമുക്ക് 2 മണിയായി 3 മണിയായി നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, എന്നാലും നമ്മൾ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ ഉഷാറായിട്ടിരിക്കുന്നുണ്ട്, പണി ചെയ്തുകൊണ്ടിരിക്കുന്നവർ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഉണ്ടാവാൻ കാരണം ഈ ഉള്ളിലുള്ള കോശങ്ങൾ ഫുഡായിട്ട് ഉപയോഗിച്ചതാണ്. ആ ഉള്ളിലുള്ള കോശങ്ങളെ നമ്മൾ ഫുഡായിട്ട് ഉപയോഗിക്കാൻ അനുവദിച്ചു. എങ്ങനെ? നമ്മൾ ഫുഡ് കഴിക്കാതെ. ഇത് നമ്മൾ സ്ഥിരമാക്കണമെന്നിരിക്കാം. ഡെയിലി ഇങ്ങനെ ഒരു കൃത്യനിഷ്ഠ ഇല്ലാണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതി വരുമ്പോ ഉള്ളിലുള്ള കോശങ്ങൾ കേടാവാൻ തുടങ്ങും. ഈ കേടാവലാണ് നമ്മുടെ രോഗം. ശരിക്കും പറഞ്ഞാൽ ഉള്ളിലുള്ള കോശങ്ങളെ കേടാക്കി എടുത്തത് നമ്മളാ, ടൈമിൽ ഫുഡ് കൊടുക്കാണ്ട്. ആ ഫുഡ് കൊടുക്കാതെ അത് അവയവങ്ങൾ കേടാവാൻ തുടങ്ങിയപ്പോ അവൻ വലിയ വലിയ രോഗങ്ങളായിട്ട് വരുന്നത്. ക്യാൻസറിനടക്ക് തന്നെ കാരണമാവുന്നു. നമ്മളായിട്ടാണ് ഉണ്ടാക്കുന്നത് പല രോഗങ്ങളും. നമുക്ക് വിശപ്പില്ലാതെ കഴിച്ചു തന്നെ നമ്മൾ തെറ്റിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ആജ്ഞയൊക്കെ കേടായില്ലേ? അങ്ങനെ പറയണതിൽ അർത്ഥമില്ല. അപ്പൊ തെറ്റിക്കാതെ നിങ്ങളൊരു കൃത്യനിഷ്ഠ ഉണ്ടാക്കിയെടുക്കുക ഭക്ഷണത്തിന്റെ കാര്യത്തിൽ. ആ ഒരു കൃത്യനിഷ്ഠ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും ഈ ടൈമിലായിരിക്കും കഴിക്കാൻ തോന്നുന്നത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഭക്ഷണത്തിലേ നമ്മൾ ശ്രദ്ധിച്ചുള്ള വേറൊരു പോയിന്റ് ഉണ്ട് കേട്ടാ. നമ്മുടെ നാട്ടില് പുട്ടും പഴവും ഒക്കെ കൂടി ഒരുമിച്ച് കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. നമ്മുടെ വാഴ ഇത് ഉണ്ടായി കഴിഞ്ഞാല്, പഴം പഴുത്ത് കഴിഞ്ഞാല് നമ്മൾ പൊതുവെ ആ ഒരു കാലഘട്ടത്തിൽ പുട്ട്, ഉപ്പുമാവ് ഇങ്ങനെയുള്ളത് ഉണ്ടാക്കും. അപ്പൊ ഉപ്പുമാവും പഴവും പുട്ടും പഴവും ഇതിങ്ങനെ സ്ഥിരമായിട്ട് ഈ പഴത്തിനെ നമ്മള് ഇതിന്റെ ഭക്ഷണത്തിന്റെ ഈ പുട്ടിന്റെ കൂടെ അല്ലെങ്കിൽ ഉപ്പാവിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കരുത്. അത് ദഹനത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മുടെ എന്താ പറയാ IBS പോലുള്ള ചിലപ്പോൾ ഇത് ദഹനം ശരിക്കല്ലാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ വയറ്റിൽ നിന്ന് പോകുന്ന രീതി വരാം. ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ പോലുള്ള രോഗങ്ങൾ വരാം. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പുട്ടും പഴം പോലുള്ള ചില മിക്സിങ് ശരിക്കും പാടില്ല. അതുപോലെ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പഴം എടുത്ത് കഴിക്കുക, അത് വേണ്ട. ഈ പഴം കഴിക്കുന്നത് ഈ 4:30 നേരത്ത് എന്നുള്ള രീതിയിലാക്കാം. അപ്പൊ പഴത്തിനെ നമ്മൾ ഫുഡായിട്ട് മെയിൻ ഫുഡായിട്ട് മിക്സ് ചെയ്യാത്ത രീതിയിൽ കഴിക്കുക. ഇങ്ങനെയൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ നല്ലതായിരിക്കും. ഈ പുട്ടും പഴം പോലുള്ളതൊക്കെ അങ്ങനത്തെ ഒരു വിരുദ്ധാഹാരത്തിന്റെ ഗ്രൂപ്പിലായിരിക്കും അത് വരാം. ഷെയ്ക്കൊക്കെ കഴിക്കുന്ന പോലെ പഴവും പാലും കൂടിയിട്ട് ഷെയ്ക്ക് അടിച്ച് കഴിക്കുന്നത്, അതൊക്കെ വിരുദ്ധാഹാര. ലോങ് റണ്ണില് ദീർഘകാലത്തിൽ നോക്കുമ്പോൾ അതൊക്കെ അപകടമായി തീരും. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനത്തെ വിരുദ്ധാഹാരങ്ങളിൽ നിന്നൊന്ന് മാറി നിൽക്കുകയും കൂടി ചെയ്യണം കേട്ടോ. ശരി ഡോക്ടറെ, നമ്മൾ 8 മണിക്ക് ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് പറഞ്ഞല്ലോ, ആ സമയത്ത് നമ്മള് പാലൊഴിച്ച് ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശപ്പ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പിന്നെ ഉച്ചയ്ക്ക് കഴിച്ചാ പോരെ? അത് പറ്റില്ല. അവിടെ ഫുഡിന്റെ അളവ് കുറയുക ചെയ്യണത് ഇങ്ങനെ വരുമ്പോ. ഭക്ഷണം എന്നുള്ളത് ഭക്ഷണം തന്നെയാണ്, അവിടെ ചായ എന്നുള്ളത് ഭക്ഷണമായിട്ട്. അപ്പൊ അത് വിശപ്പേക്ക് എടുത്തുന്ന രീതിയിൽ ആക്കിയെടുത്തു നിങ്ങൾ. അങ്ങനെ നമുക്ക് അപകടമൊന്നും പറ്റണില്ല എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയല്ല. അത് നമ്മുടെ കോശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് എന്തായിരുന്നോ അത് നമ്മള് അത്, എന്താ പറയാ, അത് നമ്മൾ കൊടുത്തിരിക്കണം ആ കോശങ്ങൾ.
അതുകൊണ്ടാണ് പറഞ്ഞത്. അതിപ്പോ നമുക്ക് ചോറായാലും മതിയല്ലോ, എന്തായാലും മതി. അതുകൊണ്ട് ഇന്നത് തന്നെ വേണമെന്നില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല. ശരി. ഡോക്ടറെ ദീപു കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഈ നമുക്ക് ഈ ഭക്ഷണത്തിന്റെ പ്രിൻസിപ്പിൾ വരുമ്പോഴേ ലഘു എന്നും ഗുരു എന്നുള്ളതാണ്. ഇതല്ല എല്ലാ അസുഖങ്ങൾക്കും കാരണം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പുട്ടുമ്പോഴും അതൊരു ഗുരുത്വമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഡോക്ടർക്ക് ഒരു ലഘുവായിട്ടുള്ള ഒരു ഭക്ഷണ രീതി ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഹലോ, ഞാൻ ട്രാവൽ ചെയ്യാണ്, അതുകൊണ്ടാണ്. ലഘുവായിട്ട് ഒരു ഭക്ഷണ രീതി പറഞ്ഞുതരാം. ഗുരു ഉണ്ടോ ലഘു ഉണ്ടോ? കാരണം ഇപ്പോൾ ഗുരുത്വമുള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഈ പ്രമേയത്തിൻ്റെ എല്ലാത്തിനും കാരണം വരുന്നത്. അപ്പോൾ നമുക്ക് ലഘുവായിട്ടുള്ളൊരു ഭക്ഷണ രീതി നമുക്ക് എങ്ങനെ ഒരു ഇത് കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ പറയാമോ? നമ്മൾ ഇന്ന ഭക്ഷണമാണ് ലഘു അങ്ങനത്തെ രീതിയിൽ ഇപ്പൊ നമ്മൾ പറയാം മലര് ലഘുവാണ്, അവില് ഗുരുവാണെന്ന് പറയും. പക്ഷെ നമുക്ക് ഇത് രണ്ടും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമല്ല. പക്ഷെ ഗുരുവായ ഭക്ഷണം കഴിക്കുമ്പോ നമ്മൾ പകുതിയെ കഴിക്കേണ്ടുള്ളൂ. അർദ്ധസൗഹിത്യം എന്നുള്ള വയറ് ഫുള്ളായിട്ട് നിറയണ വരെ കഴിക്കരുത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ഇപ്പൊ പൊറോട്ട പോലുള്ള സാധനം ചിലർ സ്ഥിരമായിട്ട് ഇപ്പൊ എന്താ വെച്ചാൽ കോഴിക്കോട് മലപ്പുറം ജില്ലയിലൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ തന്നെ കഴിക്കുന്നവരുണ്ട്. അപ്പൊ അത് അവിടുത്തെ ഒരു സിസ്റ്റം ആയിരിക്കണ്. അത് അത്രയും ഇങ്ങനെ നല്ല രീതി നല്ലതാണെന്നുള്ള അഭിപ്രായമില്ല. പക്ഷെ ആ വയറിന്റെ ഗുരുത്വം എന്നുള്ള രീതി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു പോയിന്റ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് നമ്മുടെ സാധാരണയായിട്ട് വീടുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ പൊതുവെ ഓരോ വീട്ടമ്മ എന്നുള്ള രീതിയിൽ അമ്മമാര് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കി തരുന്ന ഭക്ഷണങ്ങൾ പൊതുവെ ഇതെല്ലാം കൂടി ഒരു മിക്സിങ് ടൈപ്പ് തന്നെയാണ്. ഓരോ ദിവസവും വേറെ തരത്തിലുള്ള, ഒരു ദിവസം പുട്ടുണ്ടാക്കുന്നു, ഒരു ദിവസം ദോശ ഉണ്ടാക്കുന്നു, ഒരു ദിവസം ഇഡ്ഡലി ഉണ്ടാക്കുന്നു. ഇതെല്ലാം നമുക്ക് പറ്റുന്ന സാധനങ്ങളാണ്. പക്ഷെ എല്ലാ ദിവസവും ഒരേ സാധനം തന്നെ കഴിച്ചാലും നമുക്ക് കുഴപ്പങ്ങളാവാം. അപ്പൊ അത് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കി തരുന്നു എന്നുള്ളത് നല്ലത് തന്നെയാണ്. അങ്ങനത്തെ ഒരു വെറൈറ്റി കൊണ്ടുണ്ടാവുന്ന ഒരു ഗുണം കൂടി കിട്ടുന്നുണ്ട്. പിന്നെ എന്താ പറയാ, നമുക്ക് നമ്മുടെ ഭക്ഷണത്തിന്റെ ആ സ്വഭാവം എന്താണോ അതിന്റെ ഇത് നോക്കിയിട്ട് വേണം നമ്മൾ കഴിക്കാൻ. നമ്മുടെ വയറിന് അത് പറ്റുന്നതാണോ അല്ലേ എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പൊ അതില് എത്രത്തോളം നമുക്കത് വയറ് സംതൃപ്തിയായി എന്നുള്ള ഒരു കാര്യം നോക്കിയിട്ട് വേണം നമ്മൾ. നല്ലൊരു ഭക്ഷണമാണ് എന്ന് വെച്ചിട്ട് ഇപ്പൊ ഒരു ചിക്കൻ ബിരിയാണിയാണ് മൂക്കറ്റം കഴിക്കുക, അങ്ങനത്തെ രീതിയിൽ നമ്മൾ കഴിക്കരുത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉച്ചക്കലത്തെ ഭക്ഷണം ചിക്കൻ ബിരിയാണി, ആ ചിക്കൻ ബിരിയാണി പോലും നമുക്ക് കഴിക്കാം, അതിന് പ്രശ്നമല്ല. പക്ഷെ അവിടെ അത് മൂക്കറ്റം കഴിക്കുക, അത്രയ്ക്കും വയറ് നിറച്ചുകൊണ്ട് അത് കഴിക്കരുത് എന്നുള്ളതാണ് ഒരു പോയിന്റ് ശ്രദ്ധിക്കാനുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നമുക്ക് കഴിക്കാം. പക്ഷെ ഈ ഒരു കൃത്യമായ അളവ് നമ്മുടെ ശരീരത്തിന് എങ്ങനെ അത് ദഹിച്ച് ചേരുന്നു എന്നുള്ളത് അത് നമ്മുടെ ശോധനയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും കൂടി നോക്കണം. നമുക്ക് വിശപ്പും ശോധനയും നമുക്ക് ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശോധനയ്ക്ക് പ്രശ്നം ഉണ്ടാവുന്നു എന്നുള്ളത് മനസ്സിലാവുമ്പോൾ നമ്മൾ പതുക്കെ അതിൽ നിന്ന് മാറ്റം വരുത്തണം. ഇപ്പൊ ഞാൻ ഈ ഷെയ്ക്കിന്റെ കാര്യം പറഞ്ഞില്ലേ, മിൽക്ക് ഷെയ്ക്ക് എന്നുള്ളത് പലരും ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊരു പ്രായമായിട്ടുള്ള ഒരാൾക്ക് ഇത് കൊടുത്തു നോക്കാം, ഒരു 70-80 വയസ്സായിട്ടുള്ള ഒരാൾക്ക് ഇത് കൊടുത്തു നോക്കാം, അവർക്ക് അപ്പൊ തന്നെ അതിന്റെ റിയാക്ഷൻ പോലെ കാണിച്ചിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അവരുടെ ദഹന വ്യവസ്ഥ ഇപ്പൊ ഇതുപോലുള്ള വിരുദ്ധാഹാരത്തെ ദഹിപ്പിക്കാനുള്ള ശക്തി ഇല്ലാത്തൊരു സമയമായി. ഇതന്നെ ചെറുപ്പക്കാർ കഴിച്ചു നോക്കിയാൽ, ഒരു 15-നും 40-നും ഇടയിലുള്ള ആൾക്കാർ കഴിച്ചാൽ അവർക്ക് അത് കുഴപ്പം കാണിക്കണമെന്നില്ല. പക്ഷെ ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ നല്ലതല്ല എന്ന് പറയാൻ കാരണം, ഈ പ്രായമാകുമ്പോൾ ഇത് കുഴപ്പം കാണിക്കുന്നുണ്ടെങ്കിൽ ഈ ചെറുപ്പത്തിലും ചെറിയ ചെറിയ കുഴപ്പങ്ങൾ കാണിക്കുന്നുണ്ട്, നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമാണ് അതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മില്ലറ്റിന്റെ ഉപയോഗം അതുപോലെ അതിപ്പോ വളരെ കൂടുതലായിട്ട് അതിനെ കുറിച്ച് മില്ലറ്റിന്റെ അത് എന്താ പറയാ, അത് ശരിക്കും പറഞ്ഞാൽ അതൊരു രൂക്ഷം എന്നുള്ള രീതിയിൽ വരുന്ന ഒരു ഗ്രൂപ്പാണ്. യവം രൂക്ഷം എന്നുള്ള രീതിയിൽ ശരിക്കും നമ്മുടെ ഭക്ഷണങ്ങൾ പൊതുവെ സ്നിഗ്ധമാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ അന്നസ്വരൂപ വിജ്ഞാനീയത്തിലെ ആഹാരങ്ങളെ ലിസ്റ്റ് എടുത്ത് നോക്കിയാല് മിക്കവാറും എല്ലാം സ്നിഗ്ധ. ആകെ യവം അങ്ങനെയുള്ള വളരെ അപൂർവം ഇപ്പൊ പറയുന്ന മില്ലറ്റ് അങ്ങനെയുള്ള സാധനങ്ങളാണ് പൊതുവെ രൂക്ഷം എന്നുള്ള കാഴ്ചപ്പാടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇവയൊക്കെ കഴിക്കുമ്പോ
അത് പാലില് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ എന്നുള്ളതാണ്. ഒരു പാല് ചേർത്തിട്ടുള്ള ഒരു സംഭവമായിട്ട് വേണം അത് കഴിക്കാൻ. അതായത് നാളികേരം ഒക്കെ ചെരുകിയിട്ടിട്ട് അതിനെ വേറൊരു രീതിയിൽ സ്നിഗ്ധാക്കിയിട്ട് വേണം കഴിക്കാൻ. ഇങ്ങനെയുള്ള ഒരു രീതി അതിൽ ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് കുറച്ച് കുഴപ്പമുണ്ടാക്കും. അപ്പൊ മില്ലറ്റ് എന്നുള്ളത് ഒരു ലഘുവായ ആഹാരം, അത് ശരീരത്തിന് നല്ലതാണെന്നുണ്ടെങ്കിലും സ്നിഗ്ധത കുറവുള്ളത് കൊണ്ടുള്ള ഒരു കുഴപ്പം അതിലുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് അത്യാവശ്യം സ്നിഗ്ധത ആക്കിയിട്ട് വേണം അങ്ങനെയുള്ളത് കഴിക്കാൻ. റെഗുലർ ആയിട്ട് ഒരേ സാധനം തന്നെ സ്ഥിരമായിട്ട് ഇത് മില്ലറ്റ് കഴിക്കുന്നു, എണ്ണമയം ഒന്നും ചേർക്കാണ്ട്, എന്ന് വെച്ചാൽ പാലും ഈ നാളികേരം ഒന്നും ചേർക്കാണ്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ശരീരത്തിന് ദോഷകരമാവണമുണ്ട്. അപ്പൊ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ട ഭക്ഷണത്തിൽ അതൊന്നും അങ്ങനെ വരുന്നില്ല. ഈ ഇത് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളല്ല, അത് സ്നിഗ്ധായിട്ടുള്ള ആഹാരം തന്നെയാണ്. നമ്മുടെ അന്നസ്വരൂപ വിജ്ഞാനത്തിലെ ഭൂരിഭാഗം ഭക്ഷണങ്ങളും സ്നിഗ്ധം എന്നുള്ള വെറൈറ്റിയിലാണ്. സ്നിഗ്ധാണ് ശരീരത്തിന് ബലത്തിനായിട്ട് തീരുന്നത് എന്നുള്ളതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. സാറേ ഒരു സംശയം കൂടി. ഇപ്പൊ നമ്മൾ കേരളത്തിൽ ചോറ് അടിസ്ഥാനമാക്കിയുള്ള ഭക്ഷണങ്ങളാണല്ലോ കൂടുതലായിട്ട്, ചോറാണല്ലോ ഉള്ളത്. അപ്പൊ പെട്ടെന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് മാറേണ്ടി വന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവിടെ ചോറിന്റെ ഒപ്പം അതിൽ കൂടുതൽ ചിലപ്പോൾ ഗോതമ്പ് അടിസ്ഥാനമാക്കിയുള്ള ഭക്ഷണങ്ങളാവും. അപ്പൊ ആ ഒരു ചേഞ്ച് വന്നാൽ നമുക്ക് എന്തെങ്കിലും രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ചോറിനെ നമ്മൾ ഗോതമ്പാക്കി, ഇപ്പൊ വൈകുന്നേരങ്ങളിലൊക്കെ ഗോതമ്പ് കഴിക്കുന്ന ശീലമൊക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. പണ്ട് നമ്മൾ 3 നേരം കഞ്ഞിയും അല്ലെങ്കിൽ അരിഭക്ഷണം എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പണ്ടൊക്കെ കഴിച്ചിരുന്നത്. ഇപ്പൊ ഇങ്ങനെ നമ്മളെ സംസ്കാരങ്ങൾ ഇങ്ങനെ എല്ലായിടത്തുള്ള സംസ്കാരങ്ങളും കൂടി ചേരുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഭക്ഷണ സ്വഭാവങ്ങളും വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ അവിടെ നമുക്ക് ഈ അരിയുടെയും ഗോതമ്പിന്റെയും ഗുണങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിന് അത്രയധികം വ്യത്യാസങ്ങളില്ല. ഇവിടെ ഗോതമ്പിന് ഒരു ദാർഢ്യകൃത്ത് എന്നുള്ളൊരു ഗുണം പറയുന്നുണ്ട്, അതിന്റെ ശരീരത്തിന് ഒരു ബലം ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ ഈ പ്രമേഹം പോലുള്ള രോഗികൾക്കൊക്കെ ഈ ദാർഢ്യകൃത്ത് എന്നുള്ളൊരു ഗുണമുള്ളത് കൊണ്ട് പ്രമേഹത്തിലെ ശിഥിലത ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഗോതമ്പ് കഴിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഒരു നേരം അരിഭക്ഷണം, ഒരു നേരം ഗോതമ്പിന്റെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അപ്പൊ പൊതുവെ ഇതിന് രണ്ടിനും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് അരി ഭക്ഷണത്തിന് പകരം ഗോതമ്പിൻ്റെതാക്കി എന്നുള്ളത് വലിയ കുഴപ്പമുണ്ടാക്കണില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാ സംസ്കാരങ്ങളെയും നമ്മൾ എടുക്കണം എന്നുള്ള അർത്ഥമൊന്നുമില്ല. നമ്മുടെ ശരീരത്തിന് പറ്റാവുന്നതാണെങ്കിൽ, നമ്മുടെ ദേശത്തിന് പറ്റാവുന്നതാണെങ്കിൽ അതെടുക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ക്ലാസിന്റെ ഇതിനെ ഇപ്പൊ ഇങ്ങനൊരു അവസരം നൽകിയതിന് ശ്രീമതി അനിത വിനോദിനോടും ഡോക്ടർ മിനിയോടും ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. പിന്നെ ഇതോട് അനുബന്ധിച്ച് നമ്മൾക്ക് ധാരാളം സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ. വളരെ സശ്രദ്ധം ഇത് കേട്ടു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയധികം സംശയങ്ങൾ ഇതിന് ചോദിച്ചത്. സംശയങ്ങൾ ചോദിച്ച രാമനാഥൻ ഡോക്ടർ, ശ്രീമതി ശോഭന രമേശൻ, ശ്രീമതി വത്സല, ശ്രീ അജിത്ത്, ശ്രീമതി സുജാത, ഡോക്ടർ മിനി, ശ്രീമതി ജയന്തി എന്നീ എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിനും ഈ സത്സംഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിനുമുള്ള പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും എൻ്റെ വക നന്ദി പ്രത്യേകം. താങ്ക് യു വെരി മച്ച്.